ടോക്കിയോ ഗോൾ എന്ന ആനിമി സീരീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മൾ നേരത്തെ നിൽക്കുന്നത് അതിന്റെ 9ാമത്തെ എപ്പിസോഡിലാണ്. ബേസിക്കലി 9 അല്ല, ഞാൻ ഈ സീസൺ 1 ലാസ്റ്റത്തെ 4 എപ്പിസോഡ് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച 3:10 ഒന്നെങ്കിൽ ഇത് തിങ്കളാഴ്ച അല്ലെങ്കിൽ ഈ ദിവസം തന്നെ ആയിരിക്കും വരുള്ളൂ. 8:30 മുമ്പ് എനിക്ക് ഈ റെക്കോർഡിംഗ് തീർക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് തന്നെ ഇത് അപ്ലോഡ് ചെയ്യും, അല്ലെങ്കിൽ നാളെ ഇത് ടോട്ടലായിട്ടേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. ഈ വീഡിയോ എത്ര ലെങ്ത് പോകുന്ന എനിക്കൊരു പിടിയില്ല, ചിലപ്പോൾ അരമണിക്കൂർ പോവായിരിക്കും. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ മാക്സിമം ഫുൾ ആയിട്ടും കാണാൻ നോക്കുക. സോ വീഡിയോ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം ബാക്കിയാണ്. ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്തേക്കുക. നിങ്ങളുടെ കമന്റ്സ് ആണ് എന്റെ മോട്ടിവേഷൻ. സോ ഇതുവരെയുള്ള എപ്പിസോഡുകൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കയറി നോക്കിയാൽ മതി. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ആമോന്റെ പാസ്റ്റ് ആണ് കാണിക്കുന്നത്. പുള്ളി ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിലേക്ക് ജോയിൻ ചെയ്യുന്ന ആ ഒരു മൊമെന്റ് ആണ് കാണിക്കുന്നത്. ആ CCG എന്ന് പറയുന്ന ഓർഗനൈസേഷനിലെ മെയിൻ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഒക്കെ വന്നിട്ട് ഇവന്റെ ഒരു അക്കാഡമിയിലെ ബ്രില്യൻസ് ഒക്കെ കണ്ടിട്ടാണ് ഇവൻ ഇതിനകത്തേക്ക് ചൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇവൻ ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഇവൻ പാർട്ട്ണർ ആയിട്ടുണ്ടായിരുന്ന ആളായിരുന്നു ആ മാഡോ എന്ന് പറഞ്ഞിട്ടുള്ള ആള്. പുള്ളി ഇവനും കൂടെ ആയിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള ഒരുപാട് ഇൻവെസ്റ്റിഗേഷനിലും ടീമായിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവരായിരുന്നു ടീം. ആ ഒരു സമയത്ത് ഈ ഒരു സിറ്റിയിൽ കുറച്ചധികം ഗോൾ അറ്റാക്സ് നടന്നിട്ടുണ്ടാവും. ആ എല്ലാ ഗോൾ അറ്റാക്സിലെയും ഒരു കോമൺ എലമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വയസ്സായിട്ടുള്ള ഈ ഒരു സ്ത്രീയാണ്. ഈ ഒരു കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ നമ്മുടെ മാഡോ ആയിരിക്കും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പൊ സോ മാഡോയ്ക്ക് നല്ലൊരു ഡൗട്ടുള്ള സ്ത്രീയാണ് ആ ഒരു സ്ത്രീ. അങ്ങനെ ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ആമോണും അതുപോലെ തന്നെ മാഡോയും ഈ സ്ത്രീനെ കാണാനൊക്കെ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഈ സ്ത്രീ ആണെങ്കിൽ ഇവരോട് ഭയങ്കര പാവമായിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക, ഭയങ്കര നോർമൽ ആയിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. അങ്ങനെ ആ ഒരു ഇൻവെസ്റ്റിഗേഷന് ശേഷം അല്ലെങ്കിൽ ആ ഒരു സംസാരത്തിന് ശേഷം ഇവർ നടക്കുന്ന സമയത്ത് ആമോൺ ഇങ്ങനെ അയാളുടെ അടുത്ത് എന്തുകൊണ്ടാണ് ഇത്രയും പാവമായിട്ടുള്ള ഒരു സ്ത്രീനെ നിങ്ങൾ സംശയിക്കുന്നത് ആ രീതിക്കൊക്കെ ചോദിക്കുന്നുണ്ട്. നീ അത് വിട്, നീ ഒരു കാര്യം പറയും, നിന്റെ ആ സ്യൂട്ട് കേസ് ഒന്ന് തുറന്നു കാണിക്കുക, അതിനകത്തുള്ള ക്യൂൻകെ എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണണം. പുള്ളി ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ആമോൺ അത് തുറന്നു കാണിക്കുന്നൊന്നുമില്ല. ആമോൺ ഞാൻ എന്റെ ജോബിനെ ഭയങ്കര സീരിയസ് ആയിട്ടാണ് എടുക്കുന്നത്, നിങ്ങളെ പോലെ അല്ല എന്ന് പറഞ്ഞിട്ട് അവൻ പോവാണ്. അങ്ങനെ അവൻ തിരിച്ച് നടന്നു പോകുന്ന സമയത്ത് ആ ഒരു സ്ത്രീനെ ഇവൻ കാണുന്നുണ്ട്. ആ ഒരു പുള്ളിക്കാരത്തിന്റെ കയ്യിൽ ഒരു ലഗേജ് ഒക്കെ ഉണ്ടാവും. സോ ആ പുള്ളിക്കാരത്തിനെ ഹെൽപ്പ് ചെയ്യാൻ ഇവൻ തീരുമാനിച്ച് ആ പുള്ളിക്കാരത്തിന്റെ ആ ലഗേജ് ഒക്കെ എടുത്തിട്ട് ആ പുള്ളിക്കാരത്തിന്റെ പുറകെ പുള്ളിക്കാരത്തിന്റെ വീട്ടിലേക്ക് എന്നോണം പോകുമായിരിക്കും. അങ്ങനെ അവിടെ വെച്ച് പുള്ളിക്കാരത്തി ആണെങ്കിൽ പുള്ളിക്കാരത്തിന്റെ ഗോൾഡ് ഫോമിലേക്ക് മാറിയിട്ട് നമ്മുടെ ആമോനെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. പുള്ളിക്കാരത്തി ആദ്യം തന്നെ ആക്രമിക്കുന്നത് അവന്റെ ആ ഒരു സ്യൂട്ട് കേസിനായിരിക്കും. സോ അതുകൊണ്ട് അവന്റെ സ്യൂട്ട് കേസിന്റെ അകത്തുനിന്ന് അവന്റെ ക്യൂൻകെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് അവന് പറ്റുന്നില്ല. ഇവനാണെങ്കിൽ ഇപ്പൊ ബേസിക്കലി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു സിറ്റുവേഷനിലായിരിക്കാണ്. ഇവനിനി എന്താ പറ്റുക, ലൈക്ക് ഇവന്റെ ആ ഒരു ക്യൂൻകെ ഇവന് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആ പുള്ളിക്കാരത്തി ഇവനെ ആക്രമിച്ചാൽ ഇവനൊന്നും ഡിഫെൻഡ് ചെയ്യാൻ പോലും പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് അവൻ. പക്ഷെ അപ്പൊ തന്നെ പെട്ടെന്ന് അവളെ ആരോ ആക്രമിക്കുകയാണ്. അവളുടെ തല അവളുടെ ദേഹത്ത് നിന്ന് വിച്ഛേദിക്കപ്പെടുകയാണ്. അങ്ങനെ അവൻ നോക്കുന്ന സമയത്ത് അത് മാഡോ ആയിരിക്കും. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ആമോൻ, ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു വയസ്സായിട്ടുള്ള സ്ത്രീ പോലും ഒരു പവർഫുൾ ആയിട്ടുള്ള ഗോൾ ആയിരിക്കാം. അമോൻ, ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞുതരാം. നിന്റെ മുമ്പിൽ ഒരു ഗോൾ നിൽക്കുവാണെങ്കിൽ അത് നിന്റെ കയ്യോ കാലോ എന്ത് തന്നെ കൊടുത്തിട്ടായാലും നീ അവനെ ഫൈറ്റ് ചെയ്തേ പറ്റൂ. അതാണ് ഒരു ഇൻവെസ്റ്റിഗേറ്ററിന്റെ കർത്തവ്യം. അവിടുന്ന് ഷോട്ട് കട്ട് ചെയ്താല് പിന്നെ നമ്മുടെ പ്രസന്റ് ആണ് കാണിക്കുന്നത്. ആ ഒരു സമയം മുതൽ തന്നെ നമ്മുടെ ആമോന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഓഫീസർ ആയിരുന്നു ഈ മാഡോ എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ആമോനെ അത് നന്നായിട്ട് അഫക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആമോൺ ആ ഒരു ശവം അടക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് കുറച്ച് പൂവൊക്കെ കൊണ്ട് പോവാൻ നിൽക്കുന്ന സമയത്തേക്ക് അവിടേക്ക് ഷിനോഹാര എന്ന് പറഞ്ഞിട്ട് ഒരാൾ വരുന്നുണ്ട്. ഹേയ് ഹിനോഹാര സാർ, നിങ്ങൾ എന്താ ഇപ്പൊ ഇവിടെ? ഓ, ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടി വന്നാ. അല്ല, നീ ഇപ്പോ മാഡോന്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുവാണോ? ഓ, അതിപ്പോ സംഭവിച്ചിട്ട് 49 ദിവസം കഴിഞ്ഞല്ലേ. ഇപ്പൊ മാഡം നമ്മുടെ കൂടെ ഇല്ലാന്ന് എനിക്കെന്തോ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെ സാർ. അല്ല, വന്നത് എന്തിനായിരുന്നു? ഇല്ല, കുഴപ്പമില്ല, ഞാൻ നാളെ വന്നോളാം. അതെ ആമോൺ, അവനില്ലേ, ഹി വാസ് പ്രൗഡ് ഓഫ് യു. അവിടുന്ന് ഷൂട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമ്മുടെ കോഫി ഷോപ്പ്, അതായത് ആന്റിക്കുമാണ് കാണിക്കുന്നത്. അവിടെ അപ്പൊ വെച്ചിരിക്കുന്ന ആ ഒരു ന്യൂസ് ചാനലില് 11th വാർഡിൽ മൾട്ടിപ്പിൾ ബോഡീസ് ഒരേ സ്ഥലത്ത് നിന്ന് കണ്ടെത്തി അതിന്റെ പിന്നിൽ ഗോൾസ് ആണോ എന്ന് CCG അന്വേഷിക്കുന്നുണ്ട്, ആ രീതിക്കൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമ്മുടെ കാനകിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ കാനകി അവിടെ നിൽക്കുന്ന സമയത്ത് കാനകിന്റെ അടുത്തേക്ക് ഒരാൾ വരുന്നുണ്ട്. ആ വരുന്നത് വേറെ ആരും അല്ല, നമ്മുടെ ഹീനമയാണ്. അവളെ കണ്ടാൽ ചില ഇൻവെസ്റ്റിഗേറ്റേഴ്സ് തിരിച്ചറിയും എന്നുള്ളത് കൊണ്ട് അവളെ ഇങ്ങനെ ഒരുക്കിയിരിക്കുന്നത് ടോക്കയാണ്. ഹേയ് ഹീനമി, എങ്ങോട്ട് പോകുന്നു? ഞാനും യോമ്മയും കൂടെ എന്റെ പക്ഷിക്ക് മറ്റേ ഹൗസ് മേടിക്കാൻ വേണ്ടി, വീട് മേടിക്കാൻ വേണ്ടി പോവാ. അതിനുശേഷം നമ്മുടെ അപ്പൂപ്പനെ കാണിക്കുന്ന സമയത്ത് അപ്പൂപ്പന്റെ തോളില് ഒരു പക്ഷി ഇരിക്കുന്ന രീതിക്ക് കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കാനകിക്ക് ബായ് ഒക്കെ പറഞ്ഞ് യോമോന്റെ കൂടെ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കൂടൊക്കെ മേടിക്കാൻ വേണ്ടി, ആ ഒരു കേജ് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ബേസിക്കലി നമ്മുടെ ഹീനമിന്റെ ലൈഫിൽ നടന്നതെല്ലാം തന്നെ ഇപ്പൊ ഈ അടുത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ, അതായത് അവളുടെ അച്ഛൻ മരിക്കുക, അമ്മ മരിക്കുക, അങ്ങനെ ഒരുപാട് സഫറിങ്ങിലൂടെ ആയിരുന്നു നമ്മുടെ ഹീനമി കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ ഒരു സംഭവത്തിനെല്ലാം ശേഷം ടോക്കേന്റെ കൂടെയാണ് അവൾ ടൈം സ്പെൻഡ്
സ്പെൻഡ് ചെയ്തോണ്ടിരുന്നത്. അതായത് അവൾ ജീവിക്കുന്നത് ഇപ്പൊ ടോക്കേന്റെ കൂടെയാണ്. അങ്ങനെ അവൾ ഡിപ്രസ്ഡ് ആയിട്ട് ഒരു ദിവസം പുറത്തിരിക്കുന്ന സമയത്തേക്ക് അവളുടെ മുമ്പിലേക്ക് ഒരു കിളി വന്ന് വീഴുന്നുണ്ട്. ആ ഒരു കിളീനെ ഇവള് പോയി എടുക്കുന്ന സമയത്ത് ആ കിളിക്ക് ചെറിയ അനക്കം ഉണ്ടാവും. സോ അനക്കം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു കിളീനെ ഇവള് വളർത്താൻ വേണ്ടി തീരുമാനിക്കും. ആ ഒരു കിളിക്ക് കൂട് മേടിക്കാനാണ് ഇപ്പൊ യോമോന്റെ കൂടെ അവൾ പോയിരിക്കുന്നത്. ആ ഒരു ഇൻസിഡന്റിനെല്ലാം ശേഷം ഇപ്പം 49 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം അന്റിക്കും അതിലുള്ള ആൾക്കാരെല്ലാം ഏകദേശം നോർമൽ ലൈഫ് ജീവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. വലുതെന്തോ വരുന്നതിന് മുൻപുള്ള ഒരു ശാന്തത. അതിനുശേഷം വീണ്ടും നമ്മുടെ ആമോനാണ് കാണിക്കുന്നത്. ആമോനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ മാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഓഫീസറിന്റെ ആ ഒരു അടക്കിയ സ്ഥലത്താണുള്ളത്. അവിടേക്ക് ഒരു ലേഡി വരുന്ന രീതിക്ക് കാണിക്കുന്നുണ്ട്. ബേസിക്കലി നമ്മുടെ ടോക്ക കൊന്നിട്ടുണ്ടായിരുന്ന ആ ഒരു മാഡോ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്കും ഒരു ഫാമിലി ഉണ്ടായിരുന്നു. എല്ലാരും ജീവിക്കാൻ അവകാശമുള്ളവരാണ്. അതിപ്പോ ഗോൾസ് ആയാലും ഹ്യൂമൻസ് ആയാലും. അതിനുശേഷം നമ്മുടെ ഇറ്റോറി നടത്തുന്ന ആ ഒരു ബാറാണ് കാണിക്കുന്നത്. നമ്മൾ 4th എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അവിടെ നമ്മുടെ കാനകിയും ഇറ്റോറിയും കൂടി ഇരുന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത്? നീ റീസൺ നിന്നെ ഇപ്പോഴും കൺട്രോൾ ചെയ്യുന്നുണ്ടെന്നോ? അതെ, ആ ഒരു സമയത്ത് എനിക്ക് എന്താ പറ്റിക്കൊണ്ടിരുന്നത് എനിക്കൊരു ഐഡിയയും ഇല്ല. എനിക്ക് ഓർമ്മ പോലും ഇല്ലായിരുന്നു. ഞാൻ യോമോനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്റെ കൺട്രോളിലല്ലായിരുന്നു. ഈ ഒരു സംഭവത്തിന് മുമ്പും ഇതിനു മുമ്പും അവൾ എന്നെ കൺട്രോൾ ചെയ്യുന്ന പോലെ എനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട്. സോ അവളെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി നീ എന്നെ കാണാൻ വന്നു അല്ലേ? അതിനൊന്നും കുഴപ്പമില്ല കാനകി. നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിനക്ക് എന്നെ എന്തായാലും സമീപിക്കാം. പക്ഷെ കാനകി, എനിക്ക് റീസനെ പറ്റി അധികമൊന്നും അറിയില്ല. അവള് പെട്ടെന്നൊരു ദിവസം ഇവിടെ പ്രത്യക്ഷപ്പെട്ടതാണ്. അവൾ എന്തിനാ ഇങ്ങോട്ട് വന്നേന്നോ എന്താണ് ഇതിനു മുമ്പ് ചെയ്തോണ്ടിരുന്നേന്നോ ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. നീ 11th വാർഡിൽ പോയി പരിശോധിച്ചാല് നിനക്ക് എന്തെങ്കിലുമൊക്കെ ക്ലൂസ് കിട്ടുമായിരിക്കും. അറ്റ്ലീസ്റ്റ് അവൾ ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് 11th വാർഡിലാണെന്നായിരുന്നു എന്നോട് പറഞ്ഞത്. അവിടുന്ന് ആ ഷോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാനകിനെയാണ് കാണിക്കുന്നത്. കാനകി ഇപ്പൊ രാത്രി ആ വഴിയിൽ കൂടെ തിരിച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ്. വേറെ ഏതോ ഒരാൾ നമ്മുടെ കാനകിക്ക് നേരെ വരുന്ന രീതിക്ക് കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ പുള്ളിയാണെങ്കിൽ നേരെ വന്ന് നമ്മുടെ കാനകിന്റെ ദേഹത്ത് മുട്ടുന്ന രീതിക്ക് കാണിക്കുന്നുണ്ട്. ആ ചെങ്ങായാണെങ്കിൽ ഒന്നാമത്തെ ഭയങ്കര വിയേർഡായിരിക്കും. ഒരു പാട്ടൊക്കെ പാടിയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. എന്നിട്ട് ദേഹത്ത് മുട്ടിക്കഴിഞ്ഞിട്ട് എന്തെല്ലോ പറഞ്ഞിട്ട് ആ പുള്ളി തിരിച്ചു പോകും. എന്താണെന്നറിയില്ല, അവന് നല്ല മണം, ഭയങ്കര ഡെലീഷ്യസ് ആയിട്ടുള്ള എന്തൊരു മണം. കാനകി നീ ഒരു ഗോളാണ്, ഇടയ്ക്ക് മറന്നു പോകുന്നു. അതിനുശേഷം ആ ചെങ്ങൈനെയാണ് കാണിക്കുന്നത്. ആ ചെങ്ങൈന്റെ കയ്യിൽ ഇപ്പൊ നമ്മുടെ കാനകിന്റെ പേഴ്സ് ഉണ്ട്. ബേസിക്കലി പിക് പോക്കറ്റ് അടിച്ചതാണ് അവൻ. അങ്ങനെ ഇവൻ അതെടുത്ത് നോക്കുന്ന സമയത്ത് അതിനകത്ത് അധികം പൈസ ഒന്നും ഉണ്ടാവില്ല, കുറെ കാർഡ്സ് മാത്രമായിരിക്കും ഉണ്ടാവുള്ളൂ. ഇതിപ്പോ ബേസിക്കലി അവൻ എന്നെ പറ്റിച്ച മാതിരി ഉണ്ടല്ലോ. അങ്ങനെ പിന്നെ നമ്മുടെ കോഫി ഷോപ്പ് ആയിട്ടുള്ള അൻടേക്കുമാണ് കാണിക്കുന്നത്. അവിടെ ഇപ്പൊ നമ്മുടെ ഹീഡയും വന്നിട്ടുണ്ട്. അവിടെ ടിവിയില് CCG ഇൻവെസ്റ്റിഗേറ്റേഴ്സ് 11ാം വാർഡിലെയും 20ാം വാർഡിലേക്കും കൂടുതൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെ അയക്കുന്നുണ്ട് എന്ന രീതിക്കൊക്കെ പറയുന്നുണ്ട്. ഹേ കാനകി, എനിക്കില്ല ഈ 20th വാർഡില് ഒരു ഗോൾ ഓർഗനൈസേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അതെന്താ ഹീഡ നിനക്ക് അങ്ങനെ തോന്നാൻ? മറ്റുള്ള വാർഡ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ 20th വാർഡിലുള്ള കേസസ് ഭയങ്കര കുറവാണ്. ബേസിക്കലി ഈ 20th വാർഡിലുള്ള ഗോൾസ് എല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന പോലെ തോന്നുന്നു. ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ തന്നെ അത് അപ്പം തന്നെ പെട്ടെന്ന് ഈ 20th വാർഡിൽ പരിഹരിക്കപ്പെടുന്നു. CCG ഇൻവെസ്റ്റിഗേറ്റേഴ്സ് വരുന്നതിന് മുൻപ് തന്നെ അതെല്ലാം ക്ലീൻ ഔട്ട് ചെയ്യുന്നു. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ കാനകിയാണെങ്കിൽ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. ഹീഡേ, നീ ഗോൾസിനെ പറ്റി ഇത്ര ഇൻട്രസ്റ്റഡ് ആയിട്ട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ നമ്മുടെ ഹീഡ ആണെങ്കിൽ കാനകി കൂടുതൽ സംശയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബുക്കൊക്കെ കാണിച്ചിട്ട് അവന്റെ ആ ഒരു ട്രാക്ക് തെറ്റിക്കുന്നുണ്ട്. ബേസിക്കലി നമ്മുടെ കാനകിക്ക് അറിയില്ലാന്നേ ഉള്ളൂ, പക്ഷെ ഹീഡയ്ക്ക് ഇതെല്ലാം അറിയുന്ന രീതിക്ക് കാണിക്കുന്നുണ്ടായിരുന്നു. ആ തുടക്കത്തിൽ തന്നെ അവൻ ആ ഒരു കണ്ണ് തുറക്കുന്ന ആ ഒരു സീന്, ലൈക്ക് ആ ഒരു സീനിൽ നിന്ന് തന്നെ അവൻ ഇതെല്ലാം കേട്ടിട്ടുണ്ട് എന്നുള്ള രീതിക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹീഡ ഇപ്പം പണ്ടത്തെ പോലെ അല്ല ഉള്ളത്, ഭയങ്കരമായിട്ട് അവൻ ചേഞ്ച് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ CCGന്റെ ഓഫീസാണ് കാണിക്കുന്നത്. അവിടെ നമ്മുടെ CCGന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് നമ്മുടെ ആമോനെ വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആമോൻ ഇപ്പൊ അവിടേക്ക് എന്തിനാണ് അവന്റെ കൂട്ടത്തിൽ ഇനി ആരാണ് അസൈൻ ചെയ്യാൻ പോകുന്നത് അതൊക്കെ അറിയാൻ വേണ്ടി പോകുന്നുണ്ട്. അവിടെ നമ്മുടെ ഷിനോഹാരെ നിൽക്കുന്നുണ്ടാവും. അവനാണ് ഇവനെ ഗ്രീറ്റ് ചെയ്ത് വെൽക്കം ചെയ്യുന്നത്. നമ്മുടെ ആമോൻ ഇപ്പൊ ബേസിക്കലി 20th വാർഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ആ ഒരു 20th വാർഡിലേക്ക് പുതിയ 2 പേരെ അസൈൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരാളുടെ പേര് ഹൗജ് എന്നാട്ടോ. അതിനകത്ത് രണ്ടാമത്തെ ആളാണെങ്കിൽ നമ്മുടെ ആമോന്റെ വലിയ ഫാൻ ആയിരിക്കും. ഇവനെ കാണുമ്പോൾ തന്നെ തുള്ളിച്ചാടുന്നുണ്ട് ചങ്ങായി. അവന്റെ പേരാണെങ്കിൽ ടാക്കിസാവ എന്നാണ്. അങ്ങനെ പരിചയമൊക്കെ പെട്ടതിന് ശേഷം നമ്മുടെ ഷിനോഹാര അവനോടൊരു കാര്യം പറയുന്നുണ്ട്. 20th വാർഡ് ഈ സമയത്തേക്ക് ഇവർ 2 പേരെ ഏൽപ്പിച്ചിട്ട് നമുക്കൊരു കാര്യത്തിന് പോകാനുണ്ട്. നിന്നെ ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിലേക്ക് നിയമിച്ചിട്ടുണ്ട്. ഇപ്പത്തേക്ക് നീ 11th വാർഡിൽ എന്റെ കൂട്ടത്തിലുണ്ടാവും. അതിനുശേഷം പിന്നെയും ആൻറ്റേക്കുമാണ് കാണിക്കുന്നത്. സോ 11th വാർഡില് കാര്യങ്ങൾ അത്രയ്ക്ക് മോശമാണോ? യോമോ പറഞ്ഞതനുസരിച്ച് ഗോൾസ് എല്ലാം കൂടെ ടീം അപ്പ് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെ കൊല്ലാൻ തീരുമാനിക്കുന്നുണ്ട്. ഇങ്ങനെ പോയാ ഇത് വലിയൊരു വാറായി മാറും. അതിനുശേഷം നമ്മുടെ ടോക്കേനാണ് കാണിക്കുന്നത്. ടോക്കയാണെങ്കിൽ ഇപ്പോൾ ആ കിളീന്റെ കൂട്ടത്തിൽ ഇരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും അവൾക്ക് ചെറിയ രീതിക്ക് ഒരു റിഗ്രറ്റ് ഉണ്ട്. അവന്റെ കയ്യിൽ ആ ഒരു മോതിരം കണ്ടതിന്റെ, അവനും ഒരു ഫാമിലി ഉണ്ടായിരുന്നു എന്നുള്ള ഒരു റിഗ്രറ്റ് ഇവൾക്ക് നല്ലോണം വരുന്നുണ്ട്. അങ്ങനെ ഇവളത് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ കാനകി അതിന്റെ അകത്തേക്ക് വരുന്നത്. അതിനുശേഷം നമ്മുടെ ടോക്ക അവളുടെ ഫാമിലിനെ പറ്റി കാനകിനോട് ചെറുതായിട്ട്
ചെറുതായിട്ട് പറയുന്ന രീതിക്ക് കാണിക്കുന്നുണ്ട്. ഇവള് ചെറുതായിരിക്കുന്ന സമയത്ത് ഇവൾക്കൊരു ബ്രദറും ഉണ്ടാവും, അതുപോലെ തന്നെ ഇവൾക്കൊരു ഡാഡും ഉണ്ടാവും. ബേസിക്കലി ഇപ്പൊ ഹീനമിക്ക് ഒരു കിളീനെ കിട്ടുന്ന പോലെ തന്നെ ഇവൾക്കും അവൾ ചെറുതായിരിക്കുന്ന സമയത്ത് ഒരു കിളീനെ കിട്ടിയിട്ടുണ്ടാവും. ആ സമയത്ത് ഇവളുടെ അച്ഛനും ആ കിളീനെ നിങ്ങൾ വളർത്തിക്കോ എന്നുള്ള രീതിക്ക് പറയുന്ന ആ ഒരു ഗുഡ് ഓൾഡ് മെമ്മറീസ് അവൾ പറയുന്നുണ്ട് അവിടെ. ഇവര് ആ കിളിക്ക് ഭക്ഷണം ആക്കാൻ വേണ്ടിയിട്ട് എർത്ത് വേംസിനെ പിടിക്കാൻ പോയതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു ഗുഡ് ഓൾഡ് മെമ്മറീസ് അവിടെ പറയുന്നുണ്ട്. ശരിക്കും ബേസിക്കലി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമുള്ള സിബ്ലിങ്സ് ആയിരിക്കും. മകളെ നോക്കിയിട്ട് നീ നിന്റെ അമ്മേനെ പോലെ ആണെന്നും, മകനെ നോക്കിയിട്ട് നീ എന്നെ പോലെ നിന്റെ അച്ഛനെ പോലെ ആണെന്നും അങ്ങനെയൊക്കെ പറയുന്ന ഭയങ്കര സ്നേഹിക്കുന്ന ഒരു അച്ഛനുമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. എന്തൊക്കെ വന്നാലും നീ നിന്റെ അനിയന്റെ കൂടെ എപ്പോഴും ഉണ്ടാവണം, അതുപോലെ ചേച്ചിക്ക് എന്തൊക്കെ പ്രശ്നം വന്നാലും നീ എന്തായാലും നിന്റെ ചേച്ചീനെ പ്രൊട്ടക്ട് ചെയ്യണം. ആ രീതിക്കൊക്കെ രണ്ടുപേരെ ഉപദേശിച്ചാണ് ഈ പുള്ളിക്കാരനെ ഇവരെ വളർത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷം നമ്മുടെ ടോക്കയാണെങ്കിൽ നമ്മുടെ കാൻഗിനോട് നിന്റെ ഫാമിലിയിൽ ആരൊക്കെ ഉള്ളതെന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. എന്റെ അച്ഛൻ എനിക്ക് ഓർമ്മ വെക്കുന്ന കാലങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയി. ഞാൻ എലമെന്ററി സ്കൂൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ അമ്മയും മരിച്ചുപോയി. ആ സമയത്താണ് നമ്മുടെ ഹീനമി ആ റൂമിലേക്ക് കയറി വരുന്നത്. നമ്മുടെ കാനകിനെ കണ്ടിട്ട് കാനകിന്റെ അടുത്തേക്ക് ഓടി വരുന്നൊക്കെ ഉണ്ട്. നമ്മുടെ ഹീനമയാണെങ്കിൽ ഇപ്പൊ മുടിയൊക്കെ വെട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ഈ മുടി വെട്ടിക്കൊടുത്തത് ടോക്കയാണ് എന്നൊക്കെ നമ്മുടെ കാനകിന്റെ അടുത്ത് പറയുമ്പോൾ കാനകിയാണെങ്കിൽ നമ്മുടെ ടോക്കനെ അതും പറഞ്ഞ് കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ടോക്കെ നീ ഇത്ര ടാലന്റഡ് ആണെന്നൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. നമ്മുടെ ടോക്കയാണെങ്കിൽ ചെറുതായിട്ട് ബ്ലഷ് ചെയ്യുന്ന രീതിക്ക് കാണിക്കുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ട് ചെയ്താല് പിന്നെ നമ്മുടെ ഹീഡനെയാണ് കാണിക്കുന്നത്. ഹീഡ ഇപ്പൊ ഏതോ ഒരു വെള്ളം കുടിക്കുന്ന ആ ഒരു സാധനത്തിന് മുമ്പിൽ ഇരുന്നിട്ട് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടേക്ക് വേറെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. അവിടേക്ക് വരുന്ന ആൾക്കാര് ബേസിക്കലി നമ്മുടെ റീസനെ പറ്റിയിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. ഇത്തവണ അവൾ എന്റെ എന്തായാലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഈ 20th വാർഡിലേക്ക് വേറെ കുറച്ച് പേര് വരുന്ന രീതിക്കും കാണിക്കുന്നുണ്ട്. അവരുടെയും മെയിൻ ഒബ്ജക്റ്റീവ് റീസനെ കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് 11th വാർഡാണ് കാണിക്കുന്നത്. അവിടെ ഒരു ഗോള് കുറച്ചുപേരെ അടിച്ചിട്ടിട്ട് നിൽക്കുന്ന രീതിക്ക് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ഗ്രൂപ്പും നമ്മുടെ റീസയ്ക്ക് വേണ്ടിയിട്ട് ആ 20th വാർഡിലേക്ക് പോകുന്ന രീതിക്ക് കാണിക്കുന്നുണ്ട്. ഇപ്പൊ 20th വാർഡിലേക്ക് പോവാൻ നിൽക്കുന്ന ഈ ഒരു ഗ്രൂപ്പിന്റെ മെയിൻ പോലെ നിൽക്കുന്ന ഈ ഒരു പുള്ളി നമ്മുടെ ടോക്കേന്റെ ബ്രദറാണ്. പിന്നെ കാണിക്കുന്നത് കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിനെയാണ്. അവരിപ്പോ ബേസിക്കലി കുറച്ച് ഗോൾസുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബേസിക്കലി ഇവർക്ക് ഒരു അപ്പർ ഹാൻഡും ഇല്ല. ഇവര് ചത്തോണ്ടേ ഇരിക്കുകയാണ്. ഒരുപാട് ഗോൾസ് വന്നിട്ട് ഇവരെയും കൊന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ട് 2 ഗോൾസിന് അല്ലെങ്കിൽ കുറച്ച് ഗോൾസിനാണ് ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു സ്റ്റാൻസും ഇല്ല. ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ എല്ലാവരെയും ഏകദേശം കൊന്നിട്ടുണ്ടാവും. ഒരുത്തൻ മാത്രമാണ് ഇപ്പോൾ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. ആ ഒരുത്തനാണെങ്കിൽ അവന്റെ ഫോൺ എടുത്തിട്ട് മറ്റേ CCGന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് വിളിക്കുകയാണ്. പറയ് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഇവിടെയുള്ള ഞങ്ങളെ എല്ലാവരെയും ഗ്രൂപ്പ് ഓഫ് ഗോൾസിന്റെ ഒരു ഗ്രൂപ്പ് ഞങ്ങളെ അറ്റാക്ക് ചെയ്തു. ഞാൻ വിശ്വസിക്കുന്നത് ഔഗജിട്രി എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഗോൾസിന്റെ ഓർഗനൈസേഷൻ ആണെന്നാണ്. അതിനുശേഷം വിയേർഡ് ആയിട്ടുള്ള 2 ഗോൾസിനെ അവിടെ കാണിക്കുന്നുണ്ട്. CCGക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടുള്ള ആ ഒരു ഓഫീസറിനെയും ഇവർ കൊന്നു കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ അപ്പൂപ്പനെയാണ്. പുള്ളി ഇപ്പം നിൽക്കുന്നതാണെങ്കിൽ നമ്മുടെ ആ 11th വാർഡിൽ ആ ഒരു കൊലപാതകങ്ങൾ നടന്നിട്ടില്ലേ ആ ഒരു സ്ഥലത്താണ്. അതായത് നമ്മുടെ ടോക്കേന്റെ ബ്രദർ കൊന്നിട്ടുള്ള ആൾക്കാരുള്ള സ്ഥലത്താണ് ഇവരിപ്പം നിൽക്കുന്നത്. നമ്മുടെ യോമോയും ഉണ്ട് കേട്ടോ. ഇത് ചെയ്തവരെ പറ്റി നമുക്ക് എന്തൊക്കെ അറിയാം? ഇത് ചെയ്തിരിക്കുന്നത് ഔഗരി ട്രീ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ഗോൾസ് ആണ്. അവരെ പറ്റി അധികമൊന്നും അറിയില്ലെങ്കിലും അവരുടെ ലീഡർ എന്ന് പറയുന്നത് ദി വൺ ഐഡ് കിങ് ആണ്. അതിനുശേഷം അവർ രണ്ടുപേരും കൂടെ ആന്റേക്യൂലേക്ക് തിരിച്ചു പോകുന്ന രീതിക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ അടുത്ത ഷോട്ടിൽ നമ്മുടെ ആന്റേക്യു ആണ് കാണിക്കുന്നത്. അവിടെയാണെങ്കിൽ നമ്മുടെ കാനകിയും ടോക്കയും ഉണ്ട്. അങ്ങനെ അവരവിടെ നിൽക്കുന്ന സമയത്തേക്ക് അവിടേക്ക് ഒരു ചെങ്ങായി കയറി വരുന്നുണ്ട്. അവൻ നേരെ കയറി വന്നിട്ട് അവൻ ചോദിക്കുന്നത് മാനേജറിനെയാണ്. മാനേജർ എവിടെയെന്നാണ് ചോദിക്കുന്നത്. മാനേജർ ഇപ്പൊ തൽക്കാലം ഓട്ടോ സ്റ്റേഷൻ ആണ്. നീ ആ പയ്യനെ വിട്ടിട്ട് വേണമെങ്കിൽ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോയിക്കോ. എന്നിട്ട് ആ ചെങ്ങായി ചായ കുടിയാൻ ഇരിക്കുന്ന രീതിക്ക് കാണിക്കുന്നുണ്ട്. എന്റെ പേര് ബാഞ്ചോ, എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് റീസനെ അറിയോ? അങ്ങനെ ഇവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവന് ഭയങ്കരമായിട്ട് റീസന്റെ മണം കിട്ടുവാണ്. ഈ മണം കിട്ടുന്നത് നമ്മുടെ കാനകിന്റെ ദേഹത്ത് നിന്നായതുകൊണ്ട് അവൻ പെട്ടെന്ന് കാനകിന്റെ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചിട്ട് എന്താ നിനക്ക് റീസയായിട്ടുള്ള ബന്ധം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവൻ ബേസിക്കലി ആ ഒരു ഓഗിരി ട്രീ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓർഗനൈസേഷനിൽ പെട്ട ആൾ തന്നെയാണ്. പക്ഷെ അതിനകത്തുള്ള മറ്റുള്ളവരെ പോലെ ഇവൻ ഹേർട്ട്ലെസ് ആയിട്ടുള്ള ഒരാളല്ല. ഇവനിപ്പോ ബേസിക്കലി നമ്മുടെ കാനകിന്റെ അടുത്ത് ചൂടാവുന്നത് ഇവന് റീസനോട് ഒരു ഇഷ്ടം ഉണ്ടാവും. അതുകൊണ്ടാണ് കാനകിക്ക് നമ്മുടെ റീസന്റെ അത്രയും മണം ഉള്ളത് കൊണ്ട് തന്നെ ഇവൻ വിചാരിക്കുന്നത് കാനകിയും റീസയും തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്നാണ്. കാനകിയാണെങ്കിൽ റീസനെ പറ്റി അധികം ഒന്നും പറയുന്നുണ്ടാവില്ല. അങ്ങനെ ആകുമ്പോൾ ഇവൻ ചെറുതായിട്ട് അവനെ ഫൈറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇവൻ ഡോജ് ചെയ്ത് ഇവനൊന്ന് കുനിഞ്ഞിട്ട് എഴുന്നേക്കുന്ന സമയത്ത് ഇവന്റെ തല പോയിട്ട് അവന്റെ താടിക്ക് തട്ടി അവന്റെ ബോധം പോകും. മടലുകളെ നിങ്ങളുടെ കൂടെ വന്നവനിടെ അത് ഇങ്ങനെ നോക്കിന്നാ മതിട്ടാ. അതിനുശേഷം നമ്മുടെ CCGന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് കാണിക്കുന്നത്. അവിടേക്ക് ഇപ്പം നമ്മുടെ ആമോനൊക്കെ എത്തിയിട്ടുണ്ട്. അവിടെ ആണെങ്കിൽ ആമോൻ മാത്രമൊന്നുമല്ല, അവിടെ ഇഷ്ടം പോലെ കിടിലനായിട്ടുള്ള ഓഫീസേഴ്സ് ഉണ്ട്. അതായത് ഇതിനകത്ത് ഓരോ ഓഫീസേഴ്സിനും റാങ്ക് വൈസ് തിരിച്ചിട്ടുണ്ടാവും. സ്പെഷ്യൽ ഗ്രേഡ്, A ഗ്രേഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ഇതിനകത്തുള്ളത് കുറേ പവർഫുൾ ആയിട്ടുള്ള ഓഫീസേഴ്സ് ആണ് ഇപ്പം അവിടെ കൂടിയിരിക്കുന്നത് ആ ഹെഡ് ക്വാർട്ടേഴ്സിൽ. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ തന്നെ നമ്മുടെ 11th വാർഡിലെ ബ്രാഞ്ച് അറ്റാക്ക് ചെയ്യപ്പെട്ടു. ആ ഒരു അറ്റാക്ക് സർവൈവ് ചെയ്തിരിക്കുന്നവരുടെ എണ്ണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
അത് 0 ആണ്. ഒരാൾ പോലും അത് സർവൈവ് ചെയ്തില്ല. അതിനുശേഷം പിന്നെയും നമ്മുടെ അന്റേക്കുമാണ് കാണിക്കുന്നത്. അവിടെയാണെങ്കിൽ ആ ചങ്ങായി തിരിച്ച് ബോധത്തിലേക്ക് വരുന്നുണ്ട്. നീ ഇനി റീസനെ കാണുവാണെങ്കിൽ നീ എനിക്ക് വേണ്ടി അവളോടൊരു കാര്യം പറയണം. അവളോട് ഓടി രക്ഷപ്പെടാൻ വേണ്ടി പറയണം. ഒരു ദിവസം ഓഗിരി ട്രീ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനിലെ കുറെ ഗോൾസ് ഞങ്ങളുടെ 11th വാർഡിലേക്ക് വന്നു. ഞങ്ങൾ 11th വാർഡിലുള്ള എല്ലാ ഗോൾസിനെക്കാട്ടിലും അവർ ഭയങ്കര പവർഫുൾ ആയിരുന്നു. 11th വാർഡിലുള്ള എല്ലാ ഇൻവെസ്റ്റിഗേറ്റേഴ്സിനും അവർ ഹണ്ട് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു സമയത്തേക്ക് എല്ലാവരും ഇപ്പൊ മരിച്ചിട്ടുണ്ടാവും. ഈവൻ ഞാൻ പോലും ഇപ്പൊ അവർക്ക് അടിമപ്പണി ചെയ്തുകൊണ്ടിരിക്കുക. അവരെന്നോട് ആദ്യം മുതലേ പറയുന്നത് അവരുടെ എല്ലാവരുടെ ആവശ്യം റീസനെ കണ്ടെത്തുക എന്നുള്ളതാണ്. എന്തിനാണ് അവർക്ക് റീസനെ ആവശ്യമെന്ന് എനിക്കറിയില്ല. എന്ത് തന്നെ ആവശ്യമായാലും അത് റീസയ്ക്കൊട്ട് നല്ലതായിരിക്കില്ല. അതിനുശേഷം ഒരു ഗോളാണെങ്കിൽ ഇവരുടെ ആ ഒരു അൺടേക്കിന്റെ മുകളിൽ നിന്ന് ചാടി ആ ഒരു ജനല് പൊട്ടിച്ച് അകത്തേക്ക് വരുന്ന രീതിക്ക് കാണിക്കുന്നുണ്ട്. ആ ചങ്ങായി വേറെ ആരുമല്ല, നമ്മുടെ ടോക്കന്റെ ബ്രദറാണ്. ഈ ചങ്ങായിന്റെ പേര് ആയട്ടോ എന്നാണ്. ടോക്കനെ ഇവൻ ഭയങ്കരമായിട്ട് ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന രീതിക്ക് കാണിക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോ ആ ആന്റിക്യൂലേക്ക് യമോറി വരുന്ന രീതിക്ക് കാണിക്കുന്നുണ്ട്. ബേസിക്കലി ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ടോക്കന്റെ ബ്രദർ ആയിട്ടുള്ള ആയട്ടോയും അതുപോലെ തന്നെ ഈ യമോറി ഒക്കെ തന്നെ ആ ഒരു ഗോൾ ഓർഗനൈസേഷനിലുള്ളതാണ്. പിന്നെ കാണിക്കുന്നത് മറ്റേ ആ നമ്മുടെ കാനകിനെ വന്നിട്ട് ഇടിച്ച് പിക്ക് പോക്കറ്റ് അടിച്ച ആ ഒരു പുള്ളിയില്ലേ, ആ ഒരു പുള്ളിക്കാരനാണ്. അങ്ങനെ ഇവൻ ഇവിടെ ഇരുന്നിട്ട് ഇവൻ നേരെ മറ്റേ CCGന്റെ ഓഫീസ് നോക്കിയിട്ട് ഇനി അങ്ങോട്ടേക്ക് പോവാന്ന് പറയുന്ന പോലെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ CCGന്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 11th വാർഡിൽ ഒരൊറ്റ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പോലും ഇല്ല. എല്ലാ ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെയും തുരത്തി പിടിച്ച് അവന്മാർ കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ CCGയിലെ ഓഫീസേഴ്സ് ഒരു ഓൾ ഔട്ട് വാറിന് വേണ്ടിയിട്ടാണ് തീരുമാനിക്കുന്നത്. ഇതൊരു വാറായിട്ടാണ് മാറാൻ പോകുന്നത്. ഗോൾസ് വേഴ്സസ് ഹ്യൂമൻസ്. അതിനകത്ത് ഹ്യൂമൻസിന്റെ ഭാഗത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കേണ്ടത് നമ്മളാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുന്ന ഓരോ ഇൻവെസ്റ്റിഗേറ്റേഴ്സിനെയും പുള്ളി ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു പുള്ളിക്കാരൻ കഥകൊക്കെ തട്ടി തുറന്ന് അകത്തേക്ക് കയറി വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സൗണ്ടിലാണ് കയറി വരുന്നത്. സോ ആ സംസാരിച്ചുകൊണ്ടിരുന്ന അവന്റെ സംസാരം നിർത്തും. ഒരു പുല്ല് വില കൊടുക്കട്. ഇയാളും ബേസിക്കലി ഒരു ഓഫീസറാണ് കേട്ടോ. അതിനുശേഷം പിന്നെയും നമ്മുടെ ആന്റേക്കുമാണ് കാണിക്കുന്നത്. നമ്മുടെ ബാൻജോയിനെ ഫോളോ ചെയ്തിട്ടായിരിക്കും ഈ ഒരു സ്ഥലത്തേക്ക് ഇപ്പൊ യമോറി എത്തിയിരിക്കുന്നത്. നമ്മുടെ ബാൻജോ ആണെങ്കിൽ റീസ ഇവിടെ ഇല്ല എന്ന് അയാളോട് പറയുന്നുണ്ട്. ഈ യമോറി എന്ന് പറയുന്ന പുള്ളിയിലെ സൈക്കോ ആട്ടാ. അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് പറഞ്ഞതിന് ബാൻജോയ്ക്കിട്ട് ഒരു തൊഴി കൊടുത്ത് അവൻ മുമ്പിലേക്ക് നടക്കുന്ന സമയത്ത് അവന് റീസന്റെ മണം കിട്ടുവാണ്. അങ്ങനെ നമ്മുടെ യമോറി ആണെങ്കിൽ കാനകിനെ കിഡ്നാപ്പ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഇത് കേൾക്കുന്ന ടോക്കെ ആണെങ്കിൽ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ ടോക്കേനെക്കാട്ടിലും ഒത്തിരി പവർഫുൾ ആണ് അവൻ. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ യമോറി കാനകിനെ എങ്ങനെയൊക്കെ അടിക്കാൻ പറ്റുമോ അങ്ങനെ ഒക്കെ അടിക്കുന്നുണ്ട്. അവനൊരു ഹ്യൂമൻ ആയിരുന്നെങ്കിൽ ആ ഒരു ഫസ്റ്റ് അടിയിൽ തന്നെ ചത്തുപോയിട്ടുണ്ടാവും. ഇത് നോക്കി നിൽക്കാനല്ലാണ്ട് ടോക്കൊന്നും വേറെ ഒന്നും ചെയ്യാനാവുന്നുണ്ടാവില്ല. ഈ ചെങ്ങ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെങ്ങയ്ക്ക് എത്ര അടിച്ചാലും മതിയാവില്ല. പിന്നെ അടിച്ചോണ്ടേയിരിക്കും. ഈ കോഫി ഷോപ്പിൽ വെച്ച് തന്നെ നമ്മുടെ കാനകിനെ അടിക്കുന്ന അടി കണ്ടാല് അവിടെ നിൽക്കുന്ന ഓരോരുത്തരും അവനെ അടിക്കുന്ന അടി കണ്ട് ഞെട്ടുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് കൂടെ ഇവനാണെങ്കിൽ വൺ ഐഡ് ഗോളാണെന്നുള്ള ഒരു കാര്യം കൂടെ കാണുന്ന സ്ഥിതിക്ക് അവനെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് അടിക്കുകയാണ്. അവനാണെങ്കിൽ അവന്റെ കാകനെയൊക്കെ യൂസ് ചെയ്തിട്ട് അവനെ ഭയങ്കരമായിട്ട് ഡാമേജ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടോക്കിയൊക്കെ ആണെങ്കിൽ ഇത് നോക്കി നിൽക്കാനല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അതിന്റെ ഇടയ്ക്ക് കൂടെ ടോക്കന്റെ ബ്രദർ ആണെങ്കിൽ വന്ന് ടോക്കനെയും അടിക്കുന്നുണ്ട്. നമ്മുടെ ടോക്ക ആണെങ്കിൽ അവളുടെ കാകനെ യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ ടോക്കന്റെ ബ്രദർ ആണെങ്കിൽ അവന്റെ കാകനെ വെച്ചിട്ട് നമ്മുടെ ടോക്കനെ ഓവർ പവർ ചെയ്യാണ്. നിന്റെ ആ ചിറക് വെച്ചിട്ട് നിനക്ക് പറക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? ഇവിടെ ബേസിക്കലി ടോക്കയ്ക്കും അവളുടെ ബ്രദറിനോട് ഒരു ചാൻസും ഇല്ലാന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ ബ്രദർ ആയിട്ടുള്ള ആയിട്ടോ ആണെങ്കിൽ നമ്മുടെ ടോക്കനെ നന്നായിട്ട് ഡാമേജ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ യമോറി ആണെങ്കിൽ തൊള്ള കലിപ്പ് തീരണില്ലല്ലോ എന്ന് പറയുന്ന പോലെ അവനെ അടിച്ചോണ്ടേയിരിക്കുകയാണ്. ഒരു മാതിരി അടിച്ചോണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ വേദനിപ്പിക്കാതെ എന്നെ അങ്ങ് കൊന്നൂടെ എന്ന് കാനകി ചിന്തിക്കുന്ന രീതിയിൽ അവനെ അടിക്കുന്നുണ്ട്. ആ ഒരു റൂം മൊത്തത്തിൽ നമ്മുടെ കാനകിന്റെ ബ്ലഡ് തെറിക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും ഒരുമാതിരി അറപ്പ് തോന്നുന്ന രീതിയിൽ നമ്മുടെ യമോറി ആണെങ്കിൽ കാനകിനെ അടിക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ യമോറിന്റെ കൂടെ വന്നിട്ടുള്ള ആ ഒരു ചെങ്ങായി ഇപ്പത്തേക്ക് മതി എന്നുള്ള രീതിക്ക് അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അത് പറഞ്ഞതിന് സ്വന്തം ആലയിന്റെ പള്ളയെ കൂടെ കൈ കെട്ടുന്നവനാണ് ഈ യമോറി. അങ്ങനെ അവിടെ വെച്ചിട്ട് നമ്മുടെ കാനകിനെയും തൂക്കിയിട്ട് യമോറിയും ആ വന്നിരിക്കുന്ന എല്ലാവരും തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അപ്പൂപ്പനും യോമോയും കൂടെ അന്റേക്യൂലേക്ക് തിരിച്ചു വരുന്ന രീതിക്ക് കാണിക്കുന്നുണ്ട്. അവര് വന്ന് നേരെ ആ ഒരു റൂമിനകത്തേക്ക് കയറി അന്റേക്യൂലെ ആ ഒരു റൂം നോക്കുന്ന സമയത്ത് ആ ഒരു റൂം മൊത്തത്തിൽ അടിച്ച് പൊളിച്ച് മുഴുവൻ ചോരയൊക്കെ ആയിട്ട് ഒരു മാതിരി അവസ്ഥയിലാണുള്ളത്. നമ്മുടെ ടോക്കേനെ അവർ എടുത്തോണ്ട് പോയിട്ടുണ്ടാവില്ല. സോ ടോക്കെ നല്ല ഡാമേജ്ഡ് ആയിട്ട് അവിടെ കിടപ്പുന്നുണ്ടാവും. ടോക്കെ നീ ഓക്കെ അല്ലേ? അവരവനെ കൊണ്ടുപോയല്ലേ? യോമോ
നീ നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരെയും വിളിക്കുക. ഇനി കുറച്ചു നാളത്തേക്ക് അൺടേക്ക് ക്ലോസ്ഡ് ആയിരിക്കും. അതിനുശേഷം പിന്നെയും നമ്മുടെ CCG ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് കാണിക്കുന്നത്. 11th വാർഡിലുള്ള എല്ലാ ഗോൾസിനെയും നമ്മൾ അറ്റാക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇപ്പൊ നമുക്ക് വേണ്ടത് പേഷ്യൻസ് ആണ്. ഔഗരി ട്രീ എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷനെ തന്നെ നമ്മൾ ഇല്ലാതാക്കും. ഇനി ഒരാഴ്ച കൊണ്ട് നമ്മൾ അവരെ നേരിടും. അതിനു മുൻപ് ആ 11th വാർഡിലുള്ള എല്ലാ സിവിലിയൻസിനെയും നമുക്ക് ഒഴിപ്പിക്കണം. മീഡിയനെ ഞാൻ മാനേജ് ചെയ്തോളാം. ഇപ്പൊ ഈ ഒഴിപ്പിക്കുന്ന കാര്യം നിങ്ങൾ എല്ലാവരും കൂടെ നോക്കണം. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ഹെഡ് ക്വാർട്ടേഴ്സിൽ മറ്റേ നമ്മുടെ കാനിക്കിനെ പിക്പൊരടിച്ച പുള്ളിയില്ലേ, ആ പുള്ളി അവിടെ നിൽക്കുന്നുണ്ടാവും. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ആ പുള്ളി വന്നിട്ട് ഇവനെ ചെറുതായിട്ടൊന്ന് കളിയാക്കുന്നുണ്ട്. കൈൻഡ് ഓഫ് നീ എന്ത് സ്കിന്നിയാണെന്നുള്ള രീതിയിൽ. അപ്പൊ ആണെങ്കിൽ നമ്മുടെ ഷിനോഹാര വന്നിട്ട് അവനെ കൂട്ടിയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ആ 2 ഓഫീസേഴ്സിനും പോയതിനു ശേഷം ഇവനൊരു ലുക്ക് ഇടുന്നുണ്ട്. ടെറിഫൈങ് റൈറ്റ്. അതിനുശേഷം നമ്മുടെ ആമോനെയും ഷിനോഹാരനുമാണ് കാണിക്കുന്നത്. അവരിപ്പോ ഇതിനകത്തുള്ള കൂടുതൽ ഓഫീസേഴ്സിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഈ വന്നിരിക്കുന്ന ഈ ഒരു ആളുടെ പേര് സുസുയ എന്നാണ്. ഇതൊരു 3rd ക്ലാസ് ഇൻവെസ്റ്റിഗേറ്റർ ആണ്. ഇവരുടെ കോൺവെർസേഷൻ നിന്ന് ചെയർമാൻ നേരിട്ട് ഇവനെ ഇതിനകത്തേക്ക് അസൈൻ ചെയ്തതാണെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അതിന്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ ആമോൺ അന്ന് കാനഗിനെ കണ്ടത്, അല്ലെ കാനഗി പറഞ്ഞത്, അവന്റെ എക്സ്പ്രഷൻ ഒക്കെ പിന്നെ പിന്നെ ആലോചിക്കുന്നുണ്ട്. അവന് പാസ്റ്റിൽ ചെറിയൊരു അനുഭവം ഉണ്ട് ഇതുപോലെ. അവൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഓടിപ്പോയി ഡോറ് തുറക്കുന്ന സമയത്ത് അവൻ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ആമോൻ, നിനക്ക് ഇതിന്റെ അകത്തേക്ക് വരാൻ അനുവാദം ഉണ്ടെന്ന് ആരാ പറഞ്ഞേ? അവിടുന്ന് ആ സീൻ കട്ട് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ സുസുയേനാണ് കാണിക്കുന്നത്. 11th വാർഡിൽ ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ഗോൾസ് ഉണ്ട്. എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഏതൊക്കെ തരത്തിലുള്ള ക്യൂൻ കേസ് ആയിരിക്കും എനിക്ക് കിട്ടാൻ പോകുന്നത്. അവിടുന്ന് ഷോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നമ്മുടെ ഹീഡാന്റെ റൂമാണ് കാണിക്കുന്നത്. അവനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ CCG നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രസ് കോൺഫറൻസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കൂടാതെ ആ റൂം നോക്കുന്ന സമയത്ത് ആ റൂം നിറച്ചും ഗോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവൻ റിസർച്ച് ചെയ്യുന്ന രീതിക്ക് കാണിക്കുന്നുണ്ട്. കാനകി, നിനക്ക് എന്നെ ഒന്ന് ടെക്സ്റ്റ് ചെയ്തൂടെ? ഞാൻ എത്ര വറീഡ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് അറിയോ? അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ആൻറ്റേക്കുമാണ്. അവിടെ ഇപ്പം നമ്മുടെ ഹീനമി, ടോക്ക, നീഷ്കി, അതുപോലെ ആ ഒരു ആൻറ്റേക്കിൽ വർക്ക് ചെയ്യുന്ന ഏകദേശം എല്ലാവരും വന്നിട്ടുണ്ട്. ഇനി കുറച്ചൊരു വരാനുണ്ടെന്ന് നമ്മുടെ അപ്പൂപ്പൻ പറയുന്നുണ്ട്. ഇവിടെ ഇപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം 11th വാർഡിനെ സംബന്ധിച്ചുള്ള കുറച്ച് പ്രശ്നങ്ങളാണ്. അതിനു മുൻപ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാനഗിന്റെ കിഡ്നാപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനി നമ്മൾ കാനഗിനെ കാണാനുള്ള ചാൻസ് ഭയങ്കര അധികം കുറവാണ്. എന്താ കളവാ നിങ്ങൾ എന്താ പറയുന്നത്? നമ്മളവൻ രക്ഷിക്കും പോലെ. ഔഗരി ട്രീ എന്ന് പറയുന്ന ആ ഒരു സൊസൈറ്റി ലൈക്ക് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന കുറച്ച് ഗോൾസ് ഉള്ളതാണ്. അത്രയും പവർഫുൾ ആയിട്ടുള്ള അവരുടെ ബേസിൽ കയറി അവനെ രക്ഷിക്കുക എന്ന് പറയുന്നത് ചെറിയ പണിയൊന്നും അല്ല. 11th വാർഡിൽ CCG ഉള്ള കാര്യവും നമുക്കിപ്പോ മറക്കാനാവില്ല. അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? അവനെ പറ്റി മറന്നു കളയാനോ? അവനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പോവാണ്. നിങ്ങൾ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഞാനും ഉണ്ട്, ഞാൻ അവന് കടപ്പെട്ടിരിക്കുന്നുണ്ട്. ടോക്ക, കാനകിനെ രക്ഷിക്കാൻ ഞാനും ഉണ്ട്. ഞാൻ എന്തെങ്കിലും രീതിക്ക് ഹെൽപ്പ് ആവുകയാണെങ്കിൽ എന്നെയും കൂടെ എന്തായാലും കൂട്ടണേ ടോക്ക. നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ്. ഞാൻ ആദ്യം മുതലേ കാനകിനെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ നിങ്ങളെ എനിക്ക് മനസ്സിലാക്കി തരണമായിരുന്നു ഇത് എത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന്. ഇവിടെ നിൽക്കുന്ന ഒരാളുടെയും ലൈഫ് എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റില്ല. അതിനുശേഷം നമ്മുടെ അപ്പൂപ്പനാണെങ്കിൽ നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാളും കൂടെ വിളിക്കുന്നുണ്ട്. അത് ആരാ നോക്കുന്ന സമയത്ത് നമ്മുടെ സുക്കിയാമയാണ്, അതായത് പേർപ്പിൾ തലമുടിയൻ. അന്നത്തെ ആ ഒരു ഫൈറ്റിന് ശേഷം പുള്ളിയും ചത്തിട്ടുണ്ടാവില്ല. ഇവനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവർ ഇട്ടിട്ട് വന്നതായിരിക്കും. പക്ഷെ ഇവനെ തന്നെ കഴിച്ച് റീജനറേറ്റ് ചെയ്ത് വരും. അപ്പൊ നമ്മുടെ ടോക്കാണെങ്കിൽ ഇവന് കാനകിനെ രക്ഷിക്കുന്ന ഒരു ഇന്റൻഷനും ഇല്ല. ഇവന്റെ ഉദ്ദേശങ്ങൾ വേറെ ആണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഈ റെസ്ക്യൂ മിഷൻ ഭയങ്കര പാടായതുകൊണ്ട് തന്നെ ഇവനും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ സക്സസ് റേറ്റ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ ടോക്കാണെങ്കിൽ ഇവന് കാനകിനെ തിന്നണം എന്നാണ് ഇവന്റെ ഇന്റൻഷൻ. അതാണ് ഇവനെ ഞാൻ നോക്കിക്കോളാം, എന്റെ മുമ്പിൽ വെച്ച് ഇവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അങ്ങനെ യോമ അവനെ നോക്കിക്കോളാം എന്നുള്ള ഒരു സംഭവത്തിൽ ഇവര് അവനെയും കൂടെ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കാനകിനെയാണ് കാണിക്കുന്നത്. അവന്റെ കൈയൊക്കെ ചങ്ങല കൊണ്ട് കെട്ടിയിട്ട് ഒരുപാട് ഉപദ്രവിച്ച രീതിയിൽ അവനൊരു സ്ഥലത്ത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കാനകി നോക്കുന്ന സമയത്ത് യമോറി അവന്റെ മുമ്പിലുണ്ട്. ഇപ്പൊ ബേസിക്കലി നമ്മുടെ കാനകി ഉള്ളത് അവന്റെ ടോർച്ചറിങ് റൂമിലാണ്. കാനകി അവന്റെ കാകനെ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൈൻഡ് ഓഫ് മെഡിസിൻ അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ട് ചെയ്യുന്നുണ്ട് അവന്റെ ദേഹത്തേക്ക്. ഗോൾസിന്റെ സ്കിന്ന് ഒരു സാധാരണ നീഡിലിന് പെനട്രേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവന്റെ കണ്ണിലാണ് ഇഞ്ചക്ട് ചെയ്യുന്നത്. ഈ 2 എപ്പിസോഡിൽ ഇനി കാനകി അനുഭവിക്കാൻ പോകുന്നത് വൻ ബ്രൂട്ടാലിറ്റി ഓഫ് ഹിസ് കരിയർ കണ്ടിരിക്കാനാവൂല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ CCG ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. ഇപ്പൊ നമ്മുടെ ആമോന്റെ കയ്യിൽ പുതിയൊരു ക്യൂൻകെ കിട്ടിയിട്ടുണ്ടാവും. ബേസിക്കലി കഴിഞ്ഞ തവണ കാനകിയായിട്ട് ഫൈറ്റ് ചെയ്ത സമയത്ത് അവന്റെ ക്യൂൻകെ പൊട്ടിപ്പോയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ അവന്റെ കയ്യിലിരിക്കുന്ന ക്യൂൻകെ എന്ന് പറയുന്നത് മാഡോയിന്റെ, അതായത് അന്ന് മരിച്ചുപോയ ആ ഒരു ഓഫീസറിന്റെ ഒരു ക്യൂൻകെ ആണ്. അത് ആമോന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഷിനോഹാരനെ ഓൾറെഡി മാഡോ ഏൽപ്പിച്ച് വെച്ചിരിക്കുന്നതായിരുന്നു. അങ്ങനെ ഇപ്പൊ നമ്മുടെ CCG ഓഫീസേഴ്സ് ഒരു ഓൾ ഔട്ട് വാറിന് പോവാണ്. ഗോൾസ് വേഴ്സസ് ഹ്യൂമൻസ് അല്ലെങ്കിൽ ഗോൾസ് വേഴ്സസ് CCG ഓഫീസേഴ്സ്. ഓൾറെഡി 11th വാർഡിലുള്ള ഏകദേശം എല്ലാ സിവിലിയൻസിനെയും ഇവർ ഒഴിപ്പിച്ച്
കഴിഞ്ഞു. ഒരുപാടധികം ഓഫീസേഴ്സ് അവരുടെ എല്ലാം ക്യൂൻകെ വെച്ചിട്ട് അവരെല്ലാം ഫൈറ്റ് ചെയ്യാൻ ഇപ്പൊ തയ്യാറായി കഴിഞ്ഞു. ഒരു മാളിലായിരിക്കും ഈ അയോഗിരി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു സൊസൈറ്റി അവരുടെ ആ ഒരു ബേസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ അവിടെയാണ് ഇവരെ ആക്രമിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെയും ഭയങ്കരമായിട്ടുള്ള ടോർച്ചറിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാൻഗിനെയാണ് കാണിക്കുന്നത്. ഈ എമോറി അവനെ ടോർച്ചർ ചെയ്യുന്നത് ഭയങ്കര ബ്രൂട്ടലായിട്ടാണ് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവന്റെ കയ്യിലുള്ള ആ ഒരു വെപ്പൺ ഇല്ലേ, ആ വെപ്പൺ യൂസ് ചെയ്തിട്ട് നമ്മുടെ കാനകിന്റെ കൈവിരലുകളും കാലുവിരലുകളും എല്ലാം പറിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. എന്നിട്ട് പുള്ളി അവിടെ വന്നിരിക്കുന്ന ആ ഒരു രക്തം ക്ലീൻ ചെയ്യുന്ന പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി പോവാണ്. ഈ പുള്ളി നമ്മുടെ കാനകിനോട് 1000 ബാക്കിലോട്ട് കൗണ്ട് ചെയ്തോണ്ടിരിക്കാൻ വേണ്ടി പറയുന്നുണ്ടാവും. അത് ബേസിക്കലി ഇവൻ ചെയ്യുന്ന ഓരോ ബ്രൂട്ടലായിട്ടുള്ള കാര്യങ്ങളും അവൻ ഫുള്ളായിട്ടും അനുഭവിച്ചിരിക്കണം എന്നുള്ളൊരു കാര്യം കൊണ്ട് അവന്റെ ബോധം പോയി എന്നും പറഞ്ഞ് ഇവൻ അറിയാണ്ട് പോലും അവന്റെ ഒരു വിരൽ പറിക്കാൻ പാടില്ല. അവന്റെ വിരൽ പറിക്കുന്നത് അവൻ ആ വേദന ഫുള്ളായിട്ടും അനുഭവിച്ചിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് അവൻ ഈ കാര്യം ചെയ്യുന്നത്. ഇജാതി സൈക്കോ. എന്നിട്ട് അവൻ വേറെ ആൾക്കാരെ വിട്ടിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഇവൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കാരണം വന്നിരിക്കുന്ന ആ രക്തം എല്ലാം ക്ലീൻ ചെയ്യിപ്പിക്കും. എന്നിട്ട് അവൻ പിന്നെ വന്നിട്ട് ഇത് ആവർത്തിക്കും. ഇപ്പൊ ആ ക്ലീൻ ചെയ്യാൻ വന്നിരിക്കുന്ന പുള്ളി എന്ന് പറഞ്ഞാൽ നമ്മളുടെ കാനകിനെ അന്നേരം കണ്ടിട്ടുള്ള ആ ഒരു പുള്ളിയായിരിക്കും. ആ പുള്ളി ഇവനോട് എന്തെങ്കിലും ഒരു ചാൻസ് എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ നിന്നെ എന്തായാലും ഇവിടുന്ന് രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അതിനുശേഷം നമ്മുടെ കോഫി ഷോപ്പാണ് കാണിക്കുന്നത്. അവിടെ ഇപ്പൊ എല്ലാവരും കാനകിനെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ള ഒരു സംഭവത്തിലാണ്. ബേസിക്കലി ഇവരുടെ പ്ലാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും CCG ആ ഒരു ബേസ് ആക്രമിക്കാൻ വേണ്ടി പോവാണ്. സോ ഇവരും ഒരു ഗോൾഡ് രൂപത്തിൽ അതിന്റെ അകത്തേക്ക് കയറാം എന്നുള്ള രീതിക്കാണ് CCGന്റെ ആക്രമണത്തിന്റെ കൂടത്തിൽ തന്നെ ഇവർക്ക് കയറി കാനകിനെ രക്ഷിക്കാം എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. നമ്മുടെ ആ മാസ്ക് ഉണ്ടാക്കുന്ന പുള്ളിക്കാരനില്ലേ യൂട്ട, അവനും ഇവരുടെ കൂടെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കാനകിനെ രക്ഷിക്കാൻ പോകാനുള്ള ആ ഒരു മിഷന് റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ CCG ഓഫീസേഴ്സിനെയാണ്. അതിനകത്ത് ഒരാള് ഇപ്പൊ നമ്മുടെ യമോറിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടുന്ന് യമോറിനെ പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു വട്ടം ഈ CCGയിലെ ഓഫീസേഴ്സ് ഇവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതായത് യമോറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്നേരം ഇവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഓഫീസർ ഭയങ്കര ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു ഓഫീസർ ആയിരുന്നു. പുള്ളി ഇവനെ ഭയങ്കര ഒരു ബ്രൂട്ടാലിറ്റിക്ക് വിധേയനാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ യമോറി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവൻ പാസ്റ്റിൽ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു വില്ലനും വില്ലനായിട്ടല്ല ജനിക്കുന്നത്, അവരുടെ സാഹചര്യങ്ങളാണ് അവരെ വില്ലനാക്കുന്നത് എന്ന് പറയത്തില്ലേ, അത് മാറ്റി. ബേസിക്കലി ആ ഒരു സമയത്ത് ഇവൻ ഭയങ്കര ബ്രൂട്ടാലിറ്റിയാണ് അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഈ പിക്ചേഴ്സിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ആ ഒരു സംഭവം കാരണം ഇവന്റെ പേഴ്സണാലിറ്റിയെ ചേഞ്ച് ആയി, അല്ലെങ്കിൽ വേറൊരു പേഴ്സണാലിറ്റി ഉണ്ടാവാൻ തന്നെ അത് കാരണമായി. അതിനുശേഷം പെട്ടെന്ന് തന്നെ അവൻ ആ ഒരു ചങ്ങലകളെല്ലാം പൊട്ടിച്ച് ആ ഒരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുന്ന രീതിക്ക് കാണിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ CCG ഓഫീസേഴ്സ് ഏകദേശം ആ ഒരു മാളിന്റെ പരിസരത്ത് എത്താനായിട്ടുണ്ട്. അങ്ങനെ ഇത് കാരണം ആ അയോഗിരിയിൽ പെട്ട കുറെ ഗോൾസ് പല പല സ്ഥലങ്ങളായി പിരിഞ്ഞ് ഓരോരുത്തരെ മീൻസ് പലരെയും പല പല ദിശകളിലേക്ക് അയക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ യമോറിനെയാണ്. അവൻ അത്രയും ബ്രൂട്ടലായി കാനകിനെ ഉപദ്രവിച്ച ശേഷം മറ്റവൻ വന്നിട്ട് അവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവൻ പിന്നെ വരുന്നുണ്ട്. ഇപ്പൊ അവൻ പഴുതാര പോലെ ഇരിക്കുന്ന ഒരു ജീവിനം കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു സാധനത്തെ കൊണ്ടുവന്നിട്ട് നമ്മുടെ കാനകിന്റെ ചെവിയിലൂടെ അകത്തേക്ക് ഇടുന്നുണ്ട്. പറയുമ്പം തന്നെ എന്തെല്ലോ ആവുന്നു. അതിനുശേഷം പിന്നെയും നമ്മുടെ CCG ഓഫീസേഴ്സിനെയാണ് കാണിക്കുന്നത്. അവരിപ്പോ ഏകദേശം ആ ഒരു ബേസിന്റെ അടുത്തെത്തിയിട്ട് അവരവരുടെ കലാപരിപാടികൾ, അതായത് വാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അവിടെയുള്ള ഗോൾസ് ആണെങ്കിലും ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യാണ്ട് ഗൺസ് വെച്ചിട്ട് തന്നെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതൊരു വഴിക്ക് നടക്കുന്നതിന്റെ ഇടയ്ക്ക് കൂടെ തന്നെ നമ്മുടെ അൺടേക്യൂ ടീംസ്, അതായത് നമ്മുടെ കോഫി ഷോപ്പിലെ ടീംസ് നമ്മുടെ കാനകിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലാണ്. അവരിപ്പോ ബേസിക്കലി ഏഗിരിയിലുള്ള അങ്ങനെയുള്ള ഗോൾസിനെ മാതിരിയാണ് നിൽക്കുന്നത്. ആ ഒരു കോസ്റ്റ്യൂമിലാണ് അവർ നിൽക്കുന്നത്. സോ അകത്തേക്ക് കയറാൻ ഈസി ആയിരിക്കും എന്നുള്ളതുകൊണ്ട്. അതിനുശേഷം പിന്നെയും നമ്മുടെ കാനകിനെയാണ് കാണിക്കുന്നത്. ഓന്റെ കാലൊക്കെ പലവട്ടം അവൻ എല്ലാ വിരലുകളും പറിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ റീജനറേറ്റ് ആയി വന്നിരിക്കുന്നതാണത്. ഇതേ സമയം പുറത്താണെങ്കിൽ നമ്മുടെ CCG ഓഫീസേഴ്സും ഗോൾസും തമ്മിൽ വൻ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ആ സുസുയ എന്ന് പറയുന്ന ആ ഒരു പ്രാന്ത ചെങ്ങായാണെങ്കിൽ ഒരു ബൈക്കൊക്കെ എടുത്തിട്ട് ആ ഗോൾസിന്റെ ബേസിലേക്ക് പറന്നടിങ്ങ് പോകുന്നുണ്ട്. അവൻ ആ ബൈക്കും കൊണ്ട് ചാർജ് ചെയ്ത് നേരെ ചെന്ന് ആ ബൈക്കൊക്കെ വിട്ടെറിഞ്ഞ് പോയി ചാടി അതിന്റെ മണ്ടയ്ക്ക് കയറി എല്ലാത്തിനെയും വെടിവെച്ചങ്ങ് കൊല്ലാണ്. ഇതേ സമയം നമ്മുടെ അൺടേക്യൂ ടീംസ് ആ ഒരു കോസ്റ്റ്യൂമിൽ അതിന്റെ അകത്തേക്ക് സ്നീക്ക് ചെയ്തിട്ടുണ്ടാവും, അതിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടാവും. അവരുടെ മുന്നിൽ കാണുന്ന ഏകദേശം എല്ലാവരെയും കൊന്ന് എവിടെയാണ് കാനകി എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. ബേസിക്കലി അവരുടെ പ്ലാൻ ഏകദേശം വർക്കിംഗ് തന്നെയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ഷിനോഹാരയും അവന്റെ ടീമും ഈ ഒരു ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടാവും. അവരും ഗോൾസിനൊക്കെ ഫൈറ്റ് ചെയ്ത് മുമ്പിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുവാണ്. മെയിൻ ആയിട്ടുള്ള ഈ ഓഫീസറുമായിട്ട് അകത്തേക്ക് കയറുന്നതായാലും പുറത്ത് നിൽക്കുന്നതായാലും എല്ലാ ഓഫീസേഴ്സുമായിട്ടും കോൺടാക്ട് ഉണ്ടാവും. അവരെല്ലാവരും കൂടെ സംസാരിച്ചാണ് മുമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഭയങ്കര ബ്രൂട്ടലായിട്ട് കുറെ ഗോൾസിനെ കൊന്നതിന് ശേഷം ആ ഒരു പുള്ളിയില്ലേ സുസുയ, ആ പുള്ളി ഇറങ്ങി വരുന്ന രീതിക്ക് കാണിക്കുന്നുണ്ട് ഒരു സ്ഥലത്ത് നിന്ന്. പിന്നെ നമ്മുടെ കാനകിനെയാണ് കാണിക്കുന്നത്. ഇത്തവണ വേറെ 2 പേര് അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ബാൻജോ നിന്നെ രക്ഷിക്കുന്ന എന്തായാലും പറഞ്ഞിട്ടുണ്ട്,
നീ വെയിറ്റ് ചെയ്തിരിക്കും, എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാ നിന്നെ എന്തായാലും ഇവിടുന്ന് ഞങ്ങൾ രക്ഷിച്ചിരിക്കും. അങ്ങനെ ഇതും പറഞ്ഞ് അവര് പോവാൻ നിൽക്കുന്ന സമയത്തേക്ക് അതിന്റെ അകത്തേക്ക് പിന്നെയും യമോറി കയറി വരുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ടോക്കേനാണ് കാണിക്കുന്നത്. ടോക്കെ ഇപ്പൊ കയറി പോവാൻ നിൽക്കുന്ന സമയത്തേക്ക് ടോക്കേനെ ആരോ ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ആരാ നോക്കുന്ന സമയത്ത് അത് നമ്മുടെ ആമോണാണ്. അതേ റാബിറ്റ് ഫേസ്, ഞാൻ നിന്നോടുള്ള റിവെഞ്ച് ഇന്ന് തീർക്കും. നമ്മുടെ ടോക്കെ ആണെങ്കിൽ അവളുടെ മുഖം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ ആ മാസ്ക് ഒക്കെ എടുത്ത് ഇടുന്നുണ്ട്. നമ്മുടെ ടോക്കെ ആലോചിക്കുന്ന സമയത്ത് മാഡവിനെ കൊന്നത് ടോക്കെയാണല്ലോ, സോ അതിന്റെ ഭയങ്കര റിവെഞ്ച് മൂഡിലാണ് ഇപ്പൊ ഇവനുള്ളത്. അവനാണെങ്കിൽ അവന്റെ ക്യൂൻ കേക്ക് എടുത്ത് ഒരു ഓൾ ഔട്ട് അറ്റാക്കിന് വേണ്ടി വരികയാണ്. അതിനുശേഷം വേറൊരു ഗോളിനെ കാണിക്കുന്നുണ്ട്. അവന്റെ ചുറ്റും നിന്ന് ആൾക്കാർ വെടിവെച്ചിട്ടും അവനൊന്നും തന്നെ പറ്റുന്നില്ല. അവൻ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്. അവന്റെ ക്യൂൻ കെ യൂസ് ചെയ്ത് അവിടെ നിൽക്കുന്ന എല്ലാ സോൾജേഴ്സിനെയും അല്ലെങ്കിൽ എല്ലാ ഓഫീസേഴ്സിനെയും ഇവൻ കൊന്നു കളയുന്നുണ്ട്. ആ ചെങ്ങായി ഒരു എസ്റേറ്റഡ് ഗോളാണ്. അതിനുശേഷം നമ്മുടെ ടോക്കേന്റെ ബ്രദർ ആയിട്ടുള്ള ആയിട്ടോനെ കാണിക്കുന്നുണ്ട്. അവനും അത്യാവശ്യം നല്ല പവർഫുൾ ആണ്. അവന്റെ ക്യൂൻ കെ അല്ലെങ്കിൽ അവന്റെ ക്യൂൻ കെ അല്ല, അവന്റെ കാഗൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പവർഫുൾ ആണ്. സോ ഇവർക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അവൻ ഭയങ്കരമായിട്ട് ഇവരൊക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നെയും നമ്മുടെ ഹീനമിനെയും ആ അപ്പൂപ്പനെയൊക്കെയാണ് കാണിക്കുന്നത്. അവരുടെ കൂടെയുള്ള ഈ ഈർമി എന്ന് പേരുള്ള പെണ്ണിന് എല്ലാം കേട്ടുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്, കുറെ ദൂരത്തുള്ളത് കേട്ടുകൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതാണ് ആ പുള്ളിക്കാരത്തിന്റെ ഒരു എബിലിറ്റി എന്ന് പറഞ്ഞാൽ. നമ്മുടെ അപ്പൂപ്പനാണെങ്കിൽ ഇതെല്ലാം ശ്രദ്ധയോടെ കേട്ട് അവളുടെ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട്. ഈർണി, ഞാനൊരു സ്ഥലം വരെ പോവാണ്, ഞാൻ വരുന്നത് വരെ ഹീനമീനെ നീ നോക്കിക്കോണം. അവിടുന്ന് ഷോട്ട് കട്ട് ചെയ്താൽ പിന്നെ നമ്മുടെ ടോക്കേനെയും ആമോനെയാണ് കാണിക്കുന്നത്. അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ടോക്കയ്ക്ക് അവനെ ഫൈറ്റ് ചെയ്യാൻ തീരെ താല്പര്യമില്ല. ഈവൻ ദോ സമയമില്ല അവർക്ക്. ഇവനുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു സമയം വേസ്റ്റ് ചെയ്താൽ കാനകിനെ രക്ഷിക്കാനുള്ള ഒരു സമയമാണ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അതിലാണ് അവൾക്കൊരു ഇതിൽ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ആമോനെ പുറകിൽ നിന്ന് വേറെ 2 ഗോൾസ് അറ്റാക്ക് ചെയ്യുന്നത്. അതായത് ആ ബ്രദേഴ്സ് ആയിരിക്കും, ആ 2 എസ്റേറ്റഡ് ഗോൾസ് ആയിരിക്കും ഇപ്പം നമ്മുടെ ആമോന് നേരെ വന്നിരിക്കുന്നത്. ഈ ഒരു തക്കം യൂസ് ചെയ്തിട്ട് നമ്മുടെ ടോക്കെ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാണ്. ശരിക്കും പറഞ്ഞാൽ ആ 2 ഗോൾസിനോട് ഒറ്റയ്ക്ക് ആമോൺ ഡസൻ സ്റ്റാൻഡ് എ ചാൻസ്. ഇതാ ബ്രദേഴ്സ് ആണ് 2 എസ്റേറ്റഡ് ഗോൾസ്. എനിക്കവരെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കൂ. അതിനുശേഷം നമ്മുടെ യോമോയിനെയും അതുപോലെ തന്നെ മറ്റേ ആ ഒരു പേർപ്പിൾ തലമുടിയനും അങ്ങനെ അവരുടെയുള്ള ഗോൾസ് ഒരൊറ്റ ഗോളിന് പിന്നാലെ പോകുന്ന രീതിക്ക് കാണിക്കുന്നുണ്ട്. ഇവൻ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള ഒരു ഗോളിനെ പോലെയല്ല. ഹീസ് ടു പവർഫുൾ. അതുകൊണ്ട് തന്നെ ഭയങ്കര കെയർഫുൾ ആയിട്ട് വേണം അവനോട് ഫൈറ്റ് ചെയ്യാൻ. അങ്ങനെ അവനെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് ഇവരെല്ലാരും കൂടെ. അതിനുശേഷം പിന്നെയും ആമോനെയും ആ 2 ബ്രദേഴ്സിനെയും ആ 2 ഗോൾ ബ്രദേഴ്സിന്റെയും ഫൈറ്റ് ആണ് കാണിക്കുന്നത്. നമ്മുടെ ആമോൻ ആണെങ്കിൽ അവരോട് 2 പേരോടായിട്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ബേസിക്കലി ആമോൻ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവൻ യൂസ് ചെയ്യുന്ന ക്യൂൻ കെ എന്ന് പറയുന്നത് അവന് ആ വെള്ള തലമുടിയാണ്, അതായത് നമ്മുടെ മാഡോ കൊടുത്തിട്ടുള്ള ഒരെണ്ണമാണ്. അത് അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യൂൻ കെ ആണ്. അതുപോലെ തന്നെ അതിന് സ്പ്ലിറ്റ് ചെയ്യാനുള്ള പവറും ഉണ്ട്. ഈ ഒരു സാധനം ഓൾറെഡി നമ്മുടെ ആമോനോട് ഈ പുള്ളി പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇവനെ ഏൽപ്പിച്ചിട്ടാണ് പുള്ളി മരിക്കുന്നത്. അങ്ങനെ ആ ഗോൾസ് പിന്നെയും നമ്മുടെ ആമോനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. ആ സമയത്ത് നമ്മുടെ ആമോൻ ആ ഒരു ക്യൂൻ കെന്റെ ആ ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് എബിലിറ്റി യൂസ് ചെയ്തിട്ട് അതിനകത്ത് ഒരുത്തനെ അങ്ങോട്ട് ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരൊറ്റ ക്യൂൻ കെനെ അവൻ 2 സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവും. അവിടുന്ന് ഷോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ടോക്കേനാണ് കാണിക്കുന്നത്. ടോക്കെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ടോക്കേന്റെ ബ്രദർ തന്നെ ടോക്കേനെ തടയിടാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷെ ആ വന്നിട്ടുണ്ടായിരുന്ന കാഗനെ നമ്മുടെ നീഷ്ക്ക് വന്നിട്ട് ആ കാഗനിൽ നിന്ന് നമ്മുടെ ടോക്കേനെ രക്ഷിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് ഏകദേശം ടോക്കെ വേഴ്സസ് ആയിട്ടോ, ടോക്കെ വേഴ്സസ് ടോക്കേന്റെ ബ്രദർ എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഷിനോഹാര ലീഡ് ചെയ്യുന്ന ആ ഒരു ടീമിനെയാണ് കാണിക്കുന്നത്. അവരിപ്പോ ആ ഒരു സ്റ്റെയർ കേസ് കയറി ഏകദേശം ടെറസിൽ എത്തിയിട്ടുണ്ട്. ഹേയ് സാർ, ടെറസ് മൊത്തം ക്ലിയർ ആണ്, ഇവിടെ ആരുമില്ല. ഇങ്ങനെ ഇവര് പറഞ്ഞോണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഇവരുടെ മുൻപിൽ വന്നിട്ട് ആരോ ലാൻഡ് ചെയ്യുന്നുണ്ട്. എന്താ അവിടെ സംഭവിക്കുന്നത്? ഏയ്, ഇതവനാ, ദ വൺ ഐഡ് കിങ്. ഷിനോഹാര, മരിക്കാൻ തയ്യാറല്ലാത്ത ആരെ കൊണ്ടും നിങ്ങൾ ഫൈറ്റ് ചെയ്യണ്ട. നിങ്ങളെ കൊണ്ട് അവനെ തടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വേറെ ആരെ കൊണ്ടും പറ്റില്ല. ഒരുപാട് മരണങ്ങൾ നമുക്കിപ്പോൾ താങ്ങാനാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് പേരെ വെച്ച് വേണം ഫൈറ്റ് ചെയ്യാൻ. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ CCG ഓഫീസേഴ്സ് ഞെട്ടി നിൽക്കുന്ന സമയത്ത് അവൻ അവന്റെ ഫുൾ ഫോമിലേക്ക് വരുന്നുണ്ട്. ഹി ഈസ് ആൻ ആബ്സല്യൂട്ട് ബാഡാസ്. അത് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ടോർച്ചർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കാനകിനെയാണ് കാണിക്കുന്നത്. കാനകി ഇപ്പം ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അവനിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവനെ ഒരു കൈ വന്ന് തൊടുന്നത് പോലെയും അത് അമ്മയാണെന്ന് വിചാരിച്ച് അമ്മയെന്ന് വിളിക്കുന്ന സമയത്ത് അവന്റെ ആ കണ്ണിലെ കെട്ടഴിഞ്ഞ് അവൻ നോക്കുന്ന സമയത്ത് അത് അമ്മയായിരിക്കില്ല, പകരം അത് റീസ ആയിരിക്കും. എന്താ കാനകി, നീ ഒരുപാട് വേദന സഹിക്കുന്നുണ്ടല്ലോ. നമ്മുടെ മാസ്റ്റർ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവള് തിരിയുമ്പം ആ ഒരു ലൊക്കേഷൻ എല്ലാം മാറി പിന്നെയും ആ
ഒരു പഴയ സ്ഥലത്തേക്ക്, അതും നമ്മുടെ യമോറി കയറി വരുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ യമോറി ആണെങ്കിൽ ആ ഒരു വെപ്പണൊക്കെ പിടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെയും നമ്മുടെ കാനകിനെ ടോർച്ചർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് അവൻ വന്നിരിക്കുന്നത്. അവൻ പിന്നെയും വന്നിട്ട് ആ ഒരു സാധനമെല്ലാം യൂസ് ചെയ്തിട്ട് നമ്മുടെ കാനകിന്റെ വിരലുകളെല്ലാം പിന്നെയും അവൻ പറിച്ചെടുക്കുന്നുണ്ട്. ചെയ്യല്ലേ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാനകി ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. പക്ഷെ അവൻ എന്തുകൊണ്ടും ചെയ്യല് നിർത്താണ്ട് അവൻ ചെയ്തോണ്ടേ ഇരിക്കുകയാണ്. അവൻ അടുത്തൊരു ഒരു ബക്കറ്റൊക്കെ കൊണ്ടുവച്ചിട്ട് നിന്റെ രക്തം കൊണ്ട് ഈ ബക്കറ്റ് നിറയ്ക്കണം എന്നൊക്കെ പറഞ്ഞ ഒരു മാതിരി സൈക്കോ ആണ് പോയി. കാനകി, എനിക്ക് നിന്നിൽ ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയാ, നിന്റെ ഈ റീജനറേറ്റീവ് എബിലിറ്റി. അങ്ങനെ പറഞ്ഞ് പിന്നെയും 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 അവൻ കാനകിന്റെ ഓരോ വിരലുകളും പറിച്ചെടുത്ത് ഓരോ രീതിക്ക് അവന് ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. അതിനുശേഷം പിന്നെയും യമോറി പോയതിനു ശേഷം പിന്നെയും അവൻ റീസനെ കാണുന്നുണ്ട്. കുറച്ചു മുമ്പ് നീ എന്നെ അമ്മയെന്ന് വിളിക്കുന്നുണ്ടായിരുന്നല്ലോ, അതാണോ നിന്റെ അമ്മ എന്ന് ചോദിച്ചിട്ട് അവളിങ്ങനെ കൈ നീട്ടുന്നുണ്ട്. ഇപ്പം നമ്മുടെ കാനകി ബേസിക്കലി അവന്റെ അമ്മേന്റെയും അവന്റെ ചെറുപ്പവും അവൻ നേരിട്ട് കാണുവാണ്. അവന്റെ അമ്മ ഒരുപാട് പണിയെടുക്കുന്ന ഒരാളായിരുന്നു. കാനകിക്ക് ഈ ബുക്ക് വായിക്കാനുള്ള ശീലം വന്നതും അമ്മയാണ് ഇവനെ വായിക്കാനൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്. ഇവന്റെ അമ്മ ഇവനെ ആ റൂമിൽ ഒറ്റയ്ക്കാക്കിയിട്ടാണ് എപ്പോഴും പണിക്ക് പോലെ. ഇവന്റെ അച്ഛന്റെ ടേബിളിൽ പോയിരുന്നിട്ട് ഇവൻ ബുക്ക് വായിക്കുന്നതാണ് ഇവന്റെ മെയിൻ ആയിട്ടുള്ള ഹോബി. ഇതെല്ലാം ഇവൻ റീസനോട് പറയുന്നതാട്ടോ. എന്റെ അമ്മ വളരെ നല്ലവളായിരുന്നു, ഒരു മനുഷ്യരെയും ദ്രോഹിക്കാത്ത ഒരാൾ, എല്ലാവരെയും കൈൻഡ്നെസ് കൊണ്ടും എംപതി കൊണ്ടും ട്രീറ്റ് ചെയ്യുന്ന ഒരാള്. എത്ര വേദന സഹിച്ചാലും അതിൻ്റെ എല്ലാം അപ്പുറത്ത് നമുക്ക് സന്തോഷിക്കാനൊരു സമയം വരും എന്ന് അമ്മ എന്നെ പഠിപ്പിച്ചു. ഞാൻ അതാണ് മുൻപിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിനെക്കാട്ടിലും ദ്രോഹിക്കാൻ നിന്നു കൊടുക്കുന്നതാണ് നല്ലത്. നിന്റെ അമ്മ വളരെ നല്ലവളായിരുന്നു അല്ലേ? പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നിന്റെ അമ്മ കാരണമാണ് നീ ഇപ്പൊ ഈ അവസ്ഥയിൽ പെട്ടിരിക്കുന്നത്. അതിനുശേഷം പിന്നെയും നമ്മുടെ കാനകിനെ അവൻ വല്ലാണ്ട് ഉപദ്രവിക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെയും അവൻ വന്നിട്ട് ആ ഒരു ജീവിയില്ലേ, ആ ഒരു പഴുതാര പോലിരിക്കുന്ന ഒരു ജീവിനെ എടുത്തിട്ട് പിന്നെയും രണ്ടാമത്തതിനെ നമ്മുടെ കാനകിന്റെ ചെവിയിലേക്ക് കയറ്റി വിടുന്നുണ്ട്. നമ്മുടെ കാനകി ആണെങ്കിൽ ചെയ്യല്ലേ എന്നും പറഞ്ഞിട്ട് അവനെ കൊണ്ട് പറ്റുന്നത്ര നിലവിളിക്കുന്നുണ്ട്. പക്ഷെ യമോറി ആണെങ്കിൽ അത് കേട്ട് ചിരിക്കുമായിരിക്കും. അതിനുശേഷം കാനകിന്റെ കൈയിന്റെയും കാലിന്റെ ഒക്കെ അവസ്ഥ എങ്ങനെയാന്ന് കാണിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെയും നമ്മുടെ കാനകി റീസനെ കാണുവാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ സ്വന്തം വേദന അനുഭവിക്കണം എന്നുള്ള ആ ഒരു പച്ചക്കള്ളം വിശ്വസിച്ചാണോ നീ ഇത്ര കാലം ജീവിച്ചിരുന്നത്? എന്നോട് അമ്മ പറഞ്ഞു തന്നത് അതാണ്. നമ്മുടെ കാനകിന്റെ അമ്മയ്ക്ക് ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി അത്ര ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാനകിന്റെ അമ്മേന്റെ അടുത്ത് നിന്ന് എപ്പോഴും പൈസ മേടിച്ചിട്ട് പോകുമായിരുന്നു. നമ്മുടെ കാനകിന്റെ അമ്മയാണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്ത് വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് രാത്രി പിന്നെയും പോയി ഇവൾക്ക് വേണ്ടി പണിയെടുക്കേണ്ട ഒരവസ്ഥയിലായിരുന്നു. എന്നാലും അവളുടെ അമ്മയ്ക്ക് ഒരു പരാതിയും ഇല്ലാതെ അത് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അങ്ങനെ പണിയെടുത്താണ് ഇവന്റെ അമ്മ ശാരീരികമായി വളരെ തളർന്ന് മരിച്ചു പോകേണ്ട ഒരു രീതിയിലേക്ക് വന്നത്. അങ്ങനെ നമ്മുടെ കാനകി ഒറ്റയ്ക്കായ സമയത്താണ് ഹീഡെ അവന് ഭയങ്കര നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് വന്നത്. ബേസിക്കലി ഒരു ഫ്രണ്ടായിട്ട് മാത്രമല്ല കാനകി അവനെ കൺസിഡർ ചെയ്യുന്നത്, അവന്റെ ഫാമിലി ആയിട്ട് തന്നെയാണ്. അവൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അല്ലേ? പക്ഷെ നിനക്ക് അവനെയും നഷ്ടപ്പെടാൻ പോവാണല്ലോ. നിന്റെ മാത്രം തെറ്റുകൊണ്ട് അവനെയും നിനക്ക് നഷ്ടപ്പെടാൻ വേണ്ടി പോവാണ്. അതിനുശേഷം പിന്നെയും നമ്മുടെ യമോറി അവനെ ടോർച്ചർ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കാനകിന്റെ മുമ്പിലേക്ക് നേരത്തെയുള്ള ആ ഒരു രണ്ടുപേരില്ലേ, ആ ഒരു രണ്ടുപേരെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവര് രണ്ടുപേരിൽ ഞാൻ ആരെയാ കൊല്ലേണ്ടത്? നീ വേഗം പറഞ്ഞോ. ആ ആണിനെ വേണോ അല്ലെങ്കിൽ ആ പെണ്ണിനെ വേണോ? ആണിനെ വേണോ ആ പെണ്ണിനെ വേണോ? അവരുടെ രണ്ടുപേരുടെയും കൈയും കാലും അതുപോലെ തന്നെ വായും കെട്ടിവെച്ചിരിക്കുന്ന അവസ്ഥയിലാണ് അവരുള്ളത്. നമ്മുടെ കാനകിനോട് അവൻ അങ്ങനെ എത്ര ചോദിച്ചിട്ടും നമ്മുടെ കാനകിയിലേക്ക് എനിക്ക് ആരെയും കൊല്ലണ്ട എന്ന് തന്നെയായിരിക്കും അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ഒരാളെയും അവൻ ചൂസ് ചെയ്യുന്നുണ്ടാവില്ല. നീ പറയൂല എന്നാ ഞാൻ നിനക്ക് വേണ്ടി ഒരു പരിപാടിയാ. അവൻ നേരെ പോയിട്ട് ആ കെട്ടിയിട്ടുണ്ടായിരുന്നെ ആ ഒരു പെൺകൊച്ചിനെ എടുത്തിട്ട് കഴുത്തിന് കുത്തി പൊക്കി പിടിക്കുകയാണ് അവൻ. ഇനി പറ, നിന്റെ മുമ്പിൽ വളരെ കുറച്ച് സമയമുള്ളൂ. അവനെ കൊല്ലണോ ഇവളെ കൊല്ലണോ? വേഗം പറ. നമ്മുടെ കാനകിയാണെങ്കിൽ കരയല്ലാണ്ട് അവൻ വേറൊന്നും പറയുന്നുണ്ടാവില്ല. ആ നിലത്ത് കിടക്കുന്ന ചെങ്ങായി പോലും എന്നെ ചൂസ് ചെയ്യുക, അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്നുള്ള രീതിയിൽ ഇവനോട് ഭയങ്കരമായിട്ട് യാചിക്കുന്ന പോലെ ഉണ്ടാവും. പക്ഷെ അവൻ എന്ത് ചെയ്തിട്ടും അവനൊന്നും പറയുന്നുണ്ടാവില്ല. അവൻ തൊള്ള പൂട്ടി തന്നെ ഇരിക്കുമായിരിക്കും. ഈവന്തോ അവൻ കുറെ ശ്രമിച്ച് ആ ഒരു വായിലെ കെട്ടഴിച്ച് ഇവനോട് പറയുന്നുണ്ടാവും എന്നെ ചൂസ് ചെയ്യാൻ, എന്നിട്ട് പോലും നമ്മുടെ കാനകി അത് ഒന്നും പറയത്തില്ല. അങ്ങനെ ആ ഒരു പെണ്ണ് മരിച്ചു പോവാണ്. എന്നിട്ടും അവൻ അടങ്ങാണ്ട് ആ കെട്ടിയിട്ടിരിക്കുന്ന ആ ഒരു ആണിനെയും പോയി കൊന്നു കളയുന്നുണ്ട്. അതിനുശേഷം പിന്നെയും നമ്മുടെ കാനകി റീസനോട് സംസാരിക്കുന്ന ആ ഒരു സ്ഥലമാണ് കാണിക്കുന്നത്. എല്ലാം എന്റെ തെറ്റാണ്. ഇത് നിനക്ക് മനസ്സിലാവാൻ നിനക്ക് ഇത്രയും ടൈം എടുത്തോ? നീ നിന്നെ തന്നെ കുറ്റം പറഞ്ഞ അങ്ങനെ ഇരിക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? അതോ ഇത് ചേഞ്ച് ചെയ്യാനോ? വേദന എടുക്കുന്നതിലും നല്ലത് വേദനിപ്പിക്കുന്നതാണ്. നിനക്ക് യമോറിനെ ഡിഫീറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ടായിരുന്നെങ്കിൽ മാത്രമാണ് അവർ രണ്ടുപേരും രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ടായിരുന്നുള്ളൂ. നീ സ്ട്രോങ് ആയിരുന്നെങ്കിൽ നിനക്ക് ആ സമയത്ത് ഹീനമിന്റെ അമ്മേനെ പോലും രക്ഷിക്കായിരുന്നു. നീ ഇങ്ങനെ തുടരാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ നീ സ്നേഹിക്കുന്ന എല്ലാവരെയും നിനക്ക് നഷ്ടപ്പെടും. ടോക്കേനെ നിനക്ക്
നഷ്ടപ്പെടും, ഹീനമീനെ നിനക്ക് നഷ്ടപ്പെടും, നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഹീഡനെ പോലും നിനക്ക് നഷ്ടപ്പെടും. ഇതെല്ലാം നേരിട്ട് കാണുന്ന ഒരു സിറ്റുവേഷൻ പോലെയാണ് നമ്മുടെ കാനകി ഉണ്ടാവുക. സോ അവന് ഭയങ്കരമായിട്ട് ഹേർട്ട് ആവുന്നുണ്ട്, അവൻ അവിടെ കിടന്ന് കാറി പൊളിക്കുന്നുണ്ട്. നിന്റെ അമ്മ ഓവർ പണിയെടുക്കാണ്ട് നിന്റെ ആ ഒരു വേർത്ത്ലെസ് ആയിട്ടുള്ള സിസ്റ്ററിനെ അബാൻഡൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിന്റെ അമ്മ ഇപ്പോഴും ജീവനോടെ കണ്ടേനെ. ചില സമയത്ത് ഹേർട്ട് ആവുന്നതിനെക്കാട്ടിലും ഹേർട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാനകി, നമുക്ക് എന്തെങ്കിലും നേടണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തായാലും എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്തേ പറ്റൂ. എല്ലാവരോടും നല്ലത് മാത്രം ചെയ്യുന്നവരെ ജസ്റ്റ് കൈൻഡ് എന്ന് മാത്രമല്ല പറയാ, അവരെ വീക്കാണെന്നാണ് പറയുക. ഇനി പറ കാനകി, ഹേർട്ട് ആവുന്നതാണോ ഹേർട്ട് ചെയ്യുന്നതാണോ നല്ലത്? ഇനിയും യമോറിനെ വെറുതെ വിടാനാണോ നീ തീരുമാനിക്കുന്നത്? ഇല്ല, ഞാൻ അനുവദിക്കില്ല, ഞാൻ അവനെ വെറുതെ വിടില്ല. അപ്പൊ നീ പറഞ്ഞു വരുന്നത് നീ എന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നാണോ? അല്ല, എനിക്ക് എപ്പോൾ വേണമെങ്കിലും നിന്നെ സർപ്പാസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിനക്ക് ഉറപ്പാണോ നീ തെറ്റായിട്ടുള്ള ഡിസിഷൻ അല്ല എടുക്കുന്നതെന്ന്? അതെ, ഇവിടെ തെറ്റായിട്ടുള്ളത് ഞാനല്ല, ഈ ലോകം, ഈ വേൾഡാണ് തെറ്റായിട്ടുള്ളത്. ഇതും പറഞ്ഞ് നമ്മുടെ കാനകി റീസനെ കഴിക്കുന്ന രീതിക്ക് കാണിക്കുന്നുണ്ട്. അതിനുശേഷം കാനകിന്റെ അപ്പിയറൻസ് തന്നെ മാറുകയാണ്. അവന്റെ ഹെയർ ഒക്കെ മാറി, അവന്റെ ഹെയർ ഒക്കെ ഒരു വൈറ്റ് കളർ ഹെയർ ആവുന്ന രീതിക്ക് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഷോട്ടിൽ വീണ്ടും ഇവനെ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് യമോറി അതിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. ഹേയ് കാനകി, നമ്മൾ കളിക്കുന്ന സമയം കഴിഞ്ഞു. ആ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എല്ലാം പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. അവരെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി എനിക്ക് ജോലി ഉള്ളതാ. ഹേയ് കാനകി, ഞാൻ നിന്നെ തിന്നാൻ പോവാ. അങ്ങനെ പറഞ്ഞ് അവൻ കാനകിന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് അവൻ റീസനെ സെൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തൊരു മണ്ടനാണ്. എനിക്കറിയായിരുന്നു കാനകി, നിനക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന്. അത് ഞാൻ ഇപ്പൊ തീർത്തു തരാന്ന് പറഞ്ഞിട്ട് അവൻ കൊല്ലാൻ വേണ്ടി തുടങ്ങുകയാണ് നമ്മുടെ കാനകിനെ. യമോറി ആണെങ്കിൽ അവന്റെ കാകനെയൊക്കെ പുറത്തിട്ട് ഒരു ഓൾ ഔട്ട് അറ്റാക്കിന് വേണ്ടി തന്നെ വരികയാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ കാനകിയാണെങ്കിൽ അവന്റെ ചങ്ങലകളെല്ലാം പൊട്ടിക്കുന്നുണ്ട്. നമ്മുടെ കാനകിയാണെങ്കിൽ നേരെ അവന്റെ പുറത്തേക്ക് ചാടി കയറി അവനിൽ നിന്നൊരു ബൈറ്റ് എടുക്കുന്നുണ്ട്. നമ്മുടെ കാനകി ഭയങ്കര രീതിക്ക് സ്ട്രോങ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ കാനകിയാണെങ്കിൽ യമോറിനോട് 1000 റിവേഴ്സ് എണ്ണി 0 വരെ എണ്ണാൻ വേണ്ടി പറയുവാണ്. ഇതേ സമയം തന്നെ ഇവർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള അടി നടക്കുന്നുണ്ട്. ആ അടിയിൽ നമ്മുടെ യമോറി ആണെങ്കിൽ ഇവന് കുറേ അടികൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ഇൻസ്റ്റന്റ് ആയിട്ട് അതെല്ലാം ഹീൽ ചെയ്തോണ്ടേ ഇരിക്കുവാണ്. നമ്മുടെ കാനകിന്റെ പേഴ്സണാലിറ്റി പോലും മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. അവന്റെ കാകനെയൊക്കെ യൂസ് ചെയ്ത് ഫുൾ സ്ട്രെങ്ത്തിൽ ഇവനോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും നമ്മുടെ കാനകിക്ക് മുമ്പിൽ അവന് പിടിച്ചു നിൽക്കാനേ പറ്റുന്നുണ്ടാവില്ല. അതിനുശേഷം നമ്മുടെ കാനകി അവന്റെ കാകനെയും യൂസ് ചെയ്യുവാണ്. അവൻ കാകനെയും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ യമോറിക്ക് ഒരു തുള്ളി പോലും അവന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു സ്ട്രെങ്തേ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മുടെ കാനകി അവനെ അടിച്ച് ാക്കി നിലത്തിട്ടതിന് ശേഷം യമോറിനെ കഴിക്കുന്നത് കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്, അല്ലെങ്കിൽ സീസൺ 1 അവസാനിക്കുന്നത്. ഈ വീഡിയോ ഇപ്പൊ തന്നെ ഏകദേശം 40 മിനിറ്റ് പോയിട്ടുണ്ട്. സോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ്. സോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ചെയ്ത് തന്നെ അറിയിക്കുക. ഇതിന്റെ സീസൺ 2 ഇനി പെട്ടെന്ന് വേണോ, അല്ലെങ്കിൽ വേറൊരു ആനിമി ചെയ്തിട്ട് ഇതിന്റെ സീസൺ 2 ചെയ്താൽ മതിയോ, എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴത്ത് എന്തായാലും കമന്റ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.